അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇൻഷാ അല്ലാഹ് അത് വേറൊരു സമയത്തേക്ക് മാറ്റാം. നമുക്കിന്ന് ഇമാം അഹ്മദുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് الذي جعل في كل زمان فترة من الرسل بقايا من أهل العلم يدعون من ضل إلى الهدى ويصبرون منهم على الأذى يحيون بكتاب الله الموتى ويبصرون بنور الله أهل العمى فكم من قتيل لإبليس قد أحيوه وكم من ضال تائه قد هدوه ينفون عن كتاب الله تحريف الغالين وانتحال المبتلين وتأويل الجاهلين فما أحسن أثرهم على الناس وأقبح أثر الناس عليهم والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, ഞാൻ ഈ വായിച്ചിട്ടുള്ളത് ഇമാം അഹ്മദ് റഹ്മഹുള്ളയുടെ അർറദ് അലൽ അസ്സനാദിഖ എന്ന് പറയുന്ന അലൽ ജഹ്മിയത്തി ഉസ്സനാദിഖ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ ആമുഖമായിട്ട് ഇമാം അഹ്മദ് കൊടുത്തിട്ടുള്ള ഭാഗമാണ്. ആ ഒരു ആമുഖത്തിൽ തന്നെ ഇമാം അഹ്മദിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഈ ദീനിന് ചെയ്തിട്ടുള്ള സേവനം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത്. ദീനിന് അതിന് നേരെ വരുന്ന എല്ലാവിധ ദീനിന് മാറ്റത്തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് ദീനിൽ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടാൻ വരുന്ന അതിനുള്ള ശ്രമങ്ങളെല്ലാം ചെറുത്ത് തോൽപ്പിക്കുന്ന പണിയാണ് ഇമാം അഹ്മദ് റഹ്മഹുള്ള ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ദീർഘമായിട്ടുള്ള ഒരു ആമുഖമാണ് ആ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇമാം അഹ്മദ് റഹ്മഹുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു ഫിത്നയാണ് അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുള്ള സംഭവമാണ് മെഹ്നതു ഖൽഖുൽ ഖുർആൻ. ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദമല്ലേ? ആ സൃഷ്ടിയാണെന്നുള്ള വാദം അബ്ബാസി ഖിലാഫത്തിൻ്റെ ഖലീഫയായിരുന്ന മഅ്മൂൻ സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്, വാളുകൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ്. അതിൽ ഇമാം അഹ്മദ് റഹ്മഹുള്ള സത്യത്തിൻ്റെ മേൽ അടിയുറച്ചു നിന്ന് അതിൽ വിജയം വരിക്കുകയാണ് ചെയ്തത്. ആ പരീക്ഷണ കാലയളവ് അദ്ദേഹം എന്ത് ചെയ്യാണ് വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം. ഇവിടെ ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദം ഇത്രമേൽ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് മുസ്ലിമീങ്ങളുടെ മേൽ നമ്മൾ ആലോചിക്കും. ഇത് ഇത്ര വലിയൊരു വിഷയമാണോ എന്നുള്ളത് കേൾക്കുന്ന പലരും എന്ത് ചെയ്യും, ചിന്തിക്കും. അത് മനസ്സിലാകണമെങ്കിൽ എന്താണ് ഇസ്ലാമിന് മുമ്പ് ബനു ഇസ്രായേലികളിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചുരുക്കി ഞാൻ പറയാം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ ആസ്മിൽപ്പെട്ട റസൂലാണ് അല്ലേ? അദ്ദേഹം പുതിയ ശരീഅത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിച്ചു. പിന്നീട് അവരെങ്ങനെയാണ് ജൂതന്മാരായിട്ട് അവർ പഴിച്ചു പോകുന്നത് എങ്ങനെയാണ്? അത് പല ആളുകളും അവരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലും മാറ്റത്തിരുത്തലുകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് നടന്നിട്ടുള്ള സംഭവം. എന്നാൽ മുച്ചൂടും ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്ത് നശിപ്പിച്ച സംഭവം എന്താണ്? അതാണ് ഗ്രീക്ക് ഫിലോസഫിയുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. ഗ്രീക്ക് ഫിലോസഫിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിൻ്റെ 300-350 വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ കാലയളവ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഫിലോസഫർമാരാണ് അറിയപ്പെട്ട നമുക്കറിയാവുന്നതാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, അതുപോലെ തന്നെ ഉള്ള ആളുകൾ, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫിലോസഫർമാരാണ്. എന്താണ്, ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഫിലോസഫർമാരാണ്. അതിനു മുമ്പ് ഒരുപാട് ഫിലോസഫർമാർ ഗ്രീക്ക് ഫിലോസഫിയിൽ കടന്നുപോയിട്ടുണ്ട്. അവർ ഈ വിഷയങ്ങൾ മതപരമായ അല്ലെങ്കിൽ അഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്തിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. പരിപൂർണമായി അവരുടെ ചർച്ച ഭൗതിക കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ ഈ ഫിലോസഫി എന്ത് ചെയ്തു, അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്തത് ആരാണ്? അന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ എന്ന് പറയുന്നത്.
അയാളുടെ അധികാരം എവിടെ എത്തി? അങ്ങ് ഗ്രീക്കിൽ നിന്ന് എവിടെ വരെ? ഇന്ത്യ വരെ എത്തിയിട്ടുണ്ട്. വലിയ ഭരിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ലോകത്തിന് വലിയൊരു ഭാഗം ഭരിച്ചിട്ടുള്ള ഏറ്റവും വലിയ രാജാവായിരുന്നു അയാൾ. നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അയാള് കീഴടക്കിയിട്ടുള്ള നാടുകളെല്ലാം തന്നെ എന്ത് ചെയ്തു? ഈ ഫിലോസഫി എന്ത് ചെയ്തു? അടിച്ചേൽപ്പിച്ചു. അത് അവിടുത്തെ എന്താക്കി? അവിടെയുള്ള മതപരമായിട്ടുള്ള ആത്മീയമായ വിഷയങ്ങളുള്ള നിലപാടായിട്ട് ആ നാടുകളിൽ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഈജിപ്തിലുള്ള അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലം. നമുക്കറിയാം ആ സ്ഥലം അലക്സാണ്ട്രിയ എന്ന പേര് തന്നെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? അലക്സാണ്ടറാണ് ആ പട്ടണം എന്ത് ചെയ്തിട്ടുള്ളത്? സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഈ തരത്തിലുള്ള ഫിലോസഫിയുടെ പഠനങ്ങളും ഗ്രന്ഥശാലകളും ഒക്കെ അവിടെ തുടക്കം കുറിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് ജൂത പണ്ഡിതന്മാർ ഇതിൽ ആകർഷകരായി. അതിൽപ്പെട്ടതാണ് കുറേ ആളുകളുണ്ട്. ഫീലോ, അതൊരു ജൂത പണ്ഡിതനാണ്, അയാൾ ഇതിൽ ആകർഷകനായി. അതുപോലെ തന്നെ അഫ്ലോത്തീൻ എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ. ഇവരെല്ലാം ഇതിൽ ആകർഷകരായിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്തിനെ പരിപൂർണമായി അവരെന്ത് ചെയ്തു? ഹൈജാക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അവര് തൗറാത്തിന്റെ ഭാഗങ്ങൾ ഒരുപാട് എന്ത് ചെയ്തു? അതിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. അതാണ് അവർ തഹരീഫ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കളഞ്ഞു. ഇനി മാറ്റാൻ പറ്റാതെ അത്രയും അറിയപ്പെട്ടിട്ടുള്ള സൂക്തങ്ങൾ അവരെന്ത് ചെയ്തു? അവർ ഈ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ്. പിന്നീട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദഅവത്തിനെയും എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ ഫിലോസഫർമാര്, പ്രത്യേകിച്ച് ജൂത ഫിലോസഫർമാര് ആ നാടുകളിലെല്ലാം പ്രചരിച്ചിട്ടുണ്ടായത് അവരെന്ത് ചെയ്തു? ഹൈജാക്ക് ചെയ്തു അല്ലേ? അതിൽപ്പെട്ടതാണ് പൗലോസ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്. ഇവരെല്ലാമാണ് ഈ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിലേക്ക് എന്ത് വന്നിട്ടുള്ളത്? ഈ തരത്തിലുള്ള തെറ്റായ ത്രിയേകത്വം കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങിയ എല്ലാവിധ വഴികേടുകളും കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ്? ഈ ഫിലോസഫർമാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് വെറും പേരുകൾ മാത്രം, ഒരു ഘടന മാത്രം, പേരുകൾ ഈ ഈസ, അതുപോലെ തന്നെ എന്താ പറയാ, റൂഹുൽ ഖുദുസ് എന്ന പേരുകൾ മാത്രം എന്തുണ്ടാകും? ഈ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട്. ബാക്കിയെല്ലാം എവിടെ നിന്നുള്ളതാണ്? അതിൻ്റെ കോർ മൊത്തം ഫിലോസഫിയിൽ നിന്ന് എടുത്ത് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അവിടുത്തെ ദഅവത്ത് വളരെ ശക്തമായിട്ട് മക്കയിലും മദീനയിലും പ്രചരിച്ചു. അതിനു ചുറ്റുമുള്ള ജസീറത്തുൽ അറബിലേക്ക് പ്രചരിച്ചു. പല നാടുകളിലേക്കും കത്തയച്ചു. ഷാമിലേക്ക് കത്തയച്ചു അല്ലേ? അതുപോലെ തന്നെ എത്യോപ്യയിലേക്ക് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന നജാഷി ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ പല നാടുകളിലേക്കും എത്തി. പിന്നീട് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ കാലയളവിൽ എന്ത് ചെയ്തു? വലിയ സാമ്രാജ്യങ്ങളെല്ലാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേർഷ്യൻ സാമ്രാജ്യവും അതുപോലെ റോമാ സാമ്രാജ്യം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. ഇതിനെ തുടർന്ന് ആ നാടുകളിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ആരാണ്? ഇതിന്റെ ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മുസ്ലിമീങ്ങൾ ഇവരുമായിട്ട് ഇടകലരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ബിദ്അത്ത് എന്താണ്? നമുക്കറിയാം, ഷിയായിസവും അതുപോലെ തന്നെ ഖവാരിജി ചിന്താഗതിയുമാണ്. അതിന് തുടക്കം കുറിച്ചത് ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു സബ അൽ യഹൂദിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ ഷിയാക്കൾക്ക് വരെ അറിയാം. അതിന് തുടക്കം കുറിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു സബ അൽ യഹൂദിയാണ്. യമനിൽ നിന്നൊരു ജൂതനാണ്. അയാളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആശയം മുസ്ലിമീങ്ങളിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം നാടുകളിലേക്ക് മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ ഷിയായിസം ഉടലെടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിലുള്ള അതിർകാവീച്ചിൽ ഉടലെടുക്കുന്നത്. അതുപോലെ തന്നെ ഖവാരിജിയൻ ചിന്താഗതി ഉടലെടുക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അതിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. അപ്പോൾ പുറത്തു നിന്നുള്ള കൈകടത്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ ബിദഅത്ത്, ഷിയായിസം എന്ന് പറയുന്ന ബിദഅത്ത് അതുമൂലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഖവാരിജിയൻ ചിന്താഗതിയും അതിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്താ ചെയ്തത്? സഹാബത്ത് ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. ഇപ്പൊ ഇവരെല്ലാം എന്താ ചെയ്യുക? ഈ ബിദഅത്തിന്റെ ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ ഇസ്ലാമിന്റെ സവാബിത്തുകളെ ഉടയ്ക്കാനാണ് നോക്കുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിക പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ, പ്രമാണങ്ങളെ ഇപ്പോൾ സഹീൽ ബുഖാരി എന്തുകൊണ്ടാണ് ഹദീസ് നിഷേധികളും അല്ലാത്തവരൊക്കെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്? എന്താണ് അത്? മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സഹീൽ ബുഖാരി, മുസ്ലിം എന്ന് പറയുന്ന
ഏറ്റവും പവിത്രമായിട്ടുള്ള ആ ഒരു സംഗതിയെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തെങ്കിലും തകർക്കൽ എളുപ്പമാണ് അല്ലേ? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്? മുആവിയ റളിയല്ലാഹുവിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവാണ് എന്ത് ചെയ്തത്? മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരുമാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ പിന്നെ അറിവിൻ്റെ വിപ്ലവം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാം തകർക്കാൻ സാധിക്കും. ഹദീസിയായിട്ടുള്ള സേവനങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സവാബിത്തുകളാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളെയും പ്രമാണങ്ങളെയും ഒക്കെയാണ് ബിദഅത്തുകാർ ലക്ഷ്യം വെക്കുന്നത്. അത് പ്രത്യേകിച്ചും അത് ആരുടെ സപ്പോർട്ട് കൂടിയാണ്? ഇസ്ലാമിൻ്റെ പുറത്തു നിന്നുള്ള ജൂതന്മാരുടെയും അതുപോലെ മജൂസികളുടെയും നസ്രാണികളുടെയും ഒക്കെ കടന്നുകയറ്റമാണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബിദഅത്താണെന്ത്? ഇറാഖിൽ ബസ്രയിൽ ഉടലെടുത്തിട്ടുള്ള ഖദരിയ്യത്ത് എന്ന് പറയുന്ന ബിദഅത്തിലെ അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? അത് ഹദീസുകളിൽ തന്നെ ആധാറുകളിൽ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അവ്വലു മൻ നതഖ ബിൽ ഖദരി റജുലുൻ മിൻ അഹ്ലിൽ ഇറാഖി യുഖാലു ലഹു ശൗസൻ വകാന നസ്രാനിയൻ. ഇറാഖിൽ ആദ്യമായിട്ട് ഈ വാദം കൊണ്ടുവന്നത് ആരാണ്? സൗസൻ എന്ന പേരിലുള്ള ഒരു നസ്രാണിയാണ് കൊണ്ടുവന്നത്. അവരൊക്കെ ഈ ഫിലോസഫിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. എന്താണ് ചെയ്തിട്ടുള്ളത്? സലഫുകൾ, സഹാബത്ത് അതിന് ശക്തമായിട്ട് നിലകൊണ്ടു അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കാഫറുകളാണെന്നുള്ളത് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഏത് ഹദീസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്? ഹദീസു ജിബ്രീൽ, സഹീഹ് മുസ്ലിമിലെ 1-ാമത്തെ ഹദീസാണത്. ആ ഹദീസിൽ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബിദഅത്ത് വന്നതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു ബിദഅത്താണെന്ത്? പ്രധാനമായിട്ടും വന്നിട്ടുള്ള മറ്റൊരു ബിദഅത്താണ് മുർജിയാക്കളുടെ ബിദഅത്ത്. അമൽ ഈമാനിന്റെ ഭാഗമല്ല. ലാ യദുറു മഅൽ ഈമാനി മഅസിയ. ഈമാന് അടിസ്ഥാനപരമായി വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു വാദമാണത്. വളരെ ഗുരുതരമായിട്ടുള്ള വാദമാണ്. ഇസ്ലാമിനെ എന്താണ് അതിനെ പരിപൂർണമായിട്ട് ഇങ്ങനെ ഇല്ലാതാക്കി കളയുന്ന ഒരു വാദമാണത്. ആ ഒരു വാദം ആരിൽ നിന്നാണ് വന്നത്? അതും ജൂത ഫിലോസഫർമാരുടെ സ്വാധീനത്തിൽ നിന്നാണെന്നുള്ളത് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മുർജിഅതു യഹൂദുൽ ഖിബ്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഅ്തസിലി വിഭാഗത്തിന്റെ ആശയം വന്നിട്ടുള്ളത് അതും ഫലാസിഫത്തുൽ യഹൂദിൽ നിന്നാണെന്നുള്ളത് വ്യക്തമായിട്ട് സലഫുകളിൽ നിന്ന് ആധാറുകൾ വന്നിട്ടുണ്ട്. ജൂത ഫിലോസഫർമാരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ ജഹ്മിയ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലേ? ഈ ജഹ്മിയ മുഅ്തസില എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ പരസ്പരം അടുത്ത് നിൽക്കുന്ന, ആശയപരമായിട്ട് അടുത്ത് നിൽക്കുന്ന രണ്ട് വിഭാഗമാണ്. ചെറിയ ചില വിഷയങ്ങളിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? വേർപിരിഞ്ഞിട്ടുള്ളത്. ഇമാം അഹ്മദിനെ എതിർക്കുന്ന വിഷയത്തിൽ ഖൽഖുൽ ഖുർആന്റെ ഫിത്നയിൽ അവർ രണ്ടുപേരും ആരുടെ കൂടെ ഉണ്ട്? മഅ്മൂന്റെ കൂടെ ഉണ്ട്. രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ടുണ്ട്, ജഹ്മികളും മുഅ്തസിലികളും. ഈ ജഹ്മികളുടെ അതിൻ്റെ തുടക്കക്കാരൻ ആരാണ്? ജഹ്മ് ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന ആളാണ് അല്ലേ? അയാളുടെ ഷെയ്ഖ് ആരാണ്? അയാളുടെ ഷെയ്ഖ് ജഅദ് ഇബ്നു ദിർഹമാണ്. ആ ജഅദ് ഇബ്നു ദിർഹമിന്റെ ചരിത്രം പോകുന്നത് പിന്നെ സലഫുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇന്നൽ ജഅദ അഖദ മഖാലതഹു അൻ അബാൻ ഇബ്നു സമആൻ വഅഖദഹ അബാൻ അൻ താലൂത്ത് ഇബ്നു ഉഖ്തി ലബീദ് ഇബ്നു ആസം. ലബീദ് ഇബ്നു ആസമിന്റെ ലബീദ് ഇബ്നു ആസം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്ത ആളാണ്, ജൂതൻ അല്ലേ? പിന്നെ ഈന്തപ്പനയുടെ പിന്നെ കൊതുമ്പിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ എന്ത് ചെയ്ത് സിഹർ ചെയ്തത്. ആ ലബീദ് ഇബ്നുൽ ആസമിന്റെ പെങ്ങളെ മോനാണ് ആര്? താലൂത്ത്. ആ താലൂത്തിൽ നിന്ന് ആണ് ഈ ആശയം അത് അബാൻ എടുത്തിട്ടുള്ളത്. അബാനിൽ നിന്നാണ് ആര് സ്വീകരിച്ചിട്ടുള്ളത്? ജഅദ് ഇബ്നു ദിർഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ജഹ്മിയത്തിന്റെ ആശയം എവിടെ നിന്നാണ് വന്നത്? ലബീദ് ഇബ്നുൽ ആസമിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തിട്ടുള്ള സഹീഹ് ബുഖാരിയിൽ ആ സംഭവം വന്നിട്ടുണ്ടല്ലേ? അതുപോലെ ആ ആളിൽ നിന്നാണ് ഈ ആശയം ജഅദ് ഇബ്നു ദിർഹമിന് കിട്ടിയത്. മാത്രമല്ല അയാൾ ഇന്ത്യയിലേക്ക് വന്നു. ഈ ജഅദ് ഇബ്നു ദിർഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ഫിലോസഫി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്നിട്ട് സിഹർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഈ വിഷയത്തിലുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബിദ്അത്തുകളൊക്കെ ലക്ഷ്യം വെക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന വിശ്വാസങ്ങളെ ലക്ഷ്യം വെക്കുന്നതല്ലേ? ഇതിൻ്റെ ഒക്കെ ബേസ് വരുന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ്. അവരുമായിട്ട് കൂടി ചേർന്നിട്ടാണ് മുസ്ലിമീങ്ങൾ ഇടകലരാൻ തുടങ്ങിയപ്പോൾ ഷാമിലും ഈജിപ്തിലും അതുപോലത്തെ നാടുകളിലൊക്കെ മുസ്ലിമീങ്ങൾ അവരുമായിട്ട് ഇടകലർന്നപ്പോഴാണ് ഈ ബിദ്അത്തുകളൊക്കെ എന്ത് ചെയ്തത്? മുസ്ലിമീങ്ങളിലേക്ക് കയറിക്കൂടിയിട്ടുള്ളത്.
അത് ആ സമയത്തൊക്കെ എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ സഹാബത്ത് താബിഈങ്ങളെല്ലാം ശക്തമായിട്ട് അവരോട് എതിരിട്ടു, ചെറുത്ത് തോൽപ്പിച്ചു അവരല്ലേ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരോടും ഖവാരിജുകളോടും മുനാദറ ചെയ്ത സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള അപ്പോൾ ഇമാം അഹ്മദ് വരുന്നതിന് മുമ്പുള്ള കാലയളവിലൊക്കെ ഈ തരത്തിൽ ഈ ജൂത ഫിലോസഫർമാരോടും നസ്രാണി ഫിലോസഫർമാരോടും മുസ്ലിമീങ്ങൾ ഇടകലർന്നതിൻ്റെ പേരിലാണ് ഈ ബിദഅത്തുകളൊക്കെ വന്നിട്ടുള്ളത്. പിന്നീട് സംഭവിച്ചത് എന്താണ്? അബ്ബാസി ഖിലാഫത്ത് വന്നു. ഹാറൂൻ റഷീദിനെ നമുക്കറിയാം. ഹാറൂൻ റഷീദിന്റെ നേതൃത്വത്തിൽ അത് അവരുടെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് ബാഗ്ദാദായിരുന്നു. ബാഗ്ദാദിൽ ഒരു വലിയ ലൈബ്രറി അവർ പണിതു, ദാറുൻ നദുവ എന്ന പേരിൽ. ആ ദാറുൻ നദുവയിലേക്ക് പല ഭാഗത്തു നിന്നും ഗ്രന്ഥങ്ങൾ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. അത് വൈദ്യശാസ്ത്ര വിഷയത്തിലും അതുപോലെ തന്നെ ഈ സാമൂഹിക ശാസ്ത്രവും അതുപോലെ ജോഗ്രഫിയും അങ്ങനത്തെ എല്ലാ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടുവന്നു. പിന്നീട് ഇയാളുടെ മരണശേഷം ഹാറൂൻ റഷീദ് എന്താണ് സലഫി അഖീദയുള്ള ഖലീഫയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. കാരണം മുഅ്തസിലി നേതാവായിട്ടുള്ള ബിശ്ർ ബിൻ ഗിയാസ് അൽ മിർരീസി നമുക്കറിയാവുന്നതാണ്. ആ ബിശ്ർ അൽ മിർരീസിയെ സംബന്ധിച്ച് പിന്നെ ഹാറൂൻ റഷീദ് കേട്ട സമയത്ത് ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാ ഖലീഫ ആയിരുന്ന ഹാറൂൻ റഷീദ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇന്നി ലഇൻ അഗ്ഫറനില്ലാഹു ബിഹി ലഅഖ്തുലന്നഹു ഖത്ലതൻ മാ ഖതലഹ അഹദ്. അയാളെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ബിശ്ർ അൽ മിർരീസി എന്ന് പറയുന്ന മുഅ്തസിലെ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരാളും ഒരു ഭരണാധികാരിയും ഒരാളെയും കൊല്ലാത്ത രൂപത്തിൽ അത്രയും എന്താണ് ശക്തമായിട്ട് അയാളെ ഞാൻ കൊന്നുകളയുമെന്ന് ഹാറൂൻ റഷീദ് പറഞ്ഞു. അപ്പോൾ ഈ ഹാറൂൻ റഷീദ് ഉള്ള സമയത്ത് തന്നെ മഅ്മൂൻ എന്ന് പറയുന്ന ഇയാളുടെ മകൻ, ഖലീഫയുടെ മകനായിട്ടുള്ള മഅ്മൂൻ എന്തുണ്ട്, ഈ മുഅ്തസിലി ആശയത്തിലേക്ക് ചായവുണ്ട്. പക്ഷേ ഹാറൂൻ റഷീദ് എന്ന് പറയുന്നത് ഉലമാക്കളുമായിട്ട് ശക്തമായി ബന്ധമുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇമാമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താണത് മൂടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മഅ്മൂൻ ഖലീഫയായി വന്നു ഹാറൂൻ റഷീദിന്റെ മരണശേഷം. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണ്? ഈ ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് എവിടുന്ന്? ഈജിപ്തിലുള്ള ലൈബ്രറികളിൽ നിന്ന്, അങ്ങനെ ഏതൊക്കെ നാടുകളിൽ നിന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത് ഒക്കെ കൊണ്ടുവന്നു. സിപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടല്ലേ, നമുക്കറിയാവുന്ന രാജ്യമാണ്. ആ രാജ്യം പിന്നെ ഇദ്ദേഹം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തി. അങ്ങനെ അവർ സുൽഹിന് ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അതിനുള്ള പകരം ചോദിച്ചത് എന്താണ്? അവിടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അയച്ചു തരാണെങ്കിൽ സുൽഹ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗ്രന്ഥങ്ങളൊക്കെ, ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങൾ ബാഗ്ദാദിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇതെല്ലാം അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. അതാണ് ഹറക്കത്തു തർജുമ എന്ന് പറയുന്ന ഇസ്ലാമിനെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഇന്ന് കാണുന്ന എല്ലാ ബിദ്അത്തുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പിന്നെ ട്രാൻസ്ലേഷൻ എന്താണ് മൂവ്മെന്റ് ആണ്. അത് ഈ ബിദ്അത്തുകൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. ഇന്ന് കാണുന്ന എല്ലാ ബിദ്അത്തുകളുടെയും, നമ്മുടെ നാട്ടിലെ ഖുറാഫാത്തുകളുടെയും എല്ലാ സൂഫിസത്തിൻ്റെയും എല്ലാം ബേസ് അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ ആരാണ് പിന്നെ ഗ്രീക്ക് ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരെ ഏൽപ്പിക്കുന്നത്? മുസ്ലിം പിന്നെ പണ്ഡിതന്മാരാണോ ഏൽപ്പിക്കുന്നത്? ഒരിക്കലല്ല. ജൂതന്മാരായ ആളുകളെയാണ് ഏൽപ്പിക്കുന്നത്, ജൂത പണ്ഡിതന്മാരെയാണ് ഏൽപ്പിക്കുന്നത്. ഇറാഖിലുള്ള ജൂത പണ്ഡിതന്മാർ അതുപോലെ മജൂസികളെയും നസ്രാണികളെയും ഒക്കെയാണ് ഏൽപ്പിക്കുന്നത്. അവർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലേക്ക് പരിഭാഷപ്പെടുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രീക്ക് ഫിലോസഫിയുടെ ആശയം എന്ന് പറയുന്നത് ദൈവമുണ്ട്, പക്ഷെ എന്തില്ല? ദൈവത്തിന് രൂപമില്ല. ദൈവം എന്ന് പറയുന്നത് എന്താ പറയാ, പിന്നെ മുകളിലുമല്ല താഴെയുമല്ല അകത്തുമല്ല പുറത്തുമല്ല എന്ന് പറയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളെ, ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അള്ളാഹിൻ്റെ എല്ലാ അസ്മാകളും സിഫാത്തുകളും നിരാകരിക്കുന്ന വാദമാണ് ഗ്രീക്ക് ഫിലോസഫിയിലുള്ളത്. നമുക്ക് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. ആ വാദങ്ങൾ മുഴുവനാണ് എന്ത് ചെയ്യുന്നത്? ഈ മുഅ്തസിലി പണ്ഡിതന്മാരിലൂടെ അതുപോലെ തന്നെ ജഹ്മി പണ്ഡിതന്മാരിലൂടെ ഈ ഉമ്മത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ഹാറൂൻ റഷീദ് മരണപ്പെട്ട സമയത്ത് ഇയാൾ എവിടെയുള്ളത്? അങ്ങ് തൊർത്തൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, തുർക്കിയുടെ ഭാഗമായിട്ടുള്ള, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണുള്ളത്. അവിടെ നിന്ന് കൽപ്പന കൊടുത്തെന്ത്? ഈ വാദം നടപ്പിലാക്കണമെന്ന് കൽപ്പന കൊടുത്തു. അങ്ങനെ വാളുകൊണ്ട് നടപ്പിലാക്കപ്പെട്ടു എന്ത്? ഈ ഒരു ആശയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുഅ്തസിലി എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ അവരുടെ അനുയായികളാണെന്ത്? ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള അനുയായികളാണ് അഖ്ലാനികൾ എന്ന് പറയുന്നത് അല്ലേ?
ഈ പിന്നെ എന്തിനേയും ചോദ്യം ചെയ്യുന്ന, എല്ലാത്തിനും എന്തും ചോദിക്കാനും എന്തും പറയാനും ഇസ്ലാമിലേക്ക് എന്തും കടത്തിക്കൂട്ടാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ. പക്ഷെ അവർ ഈ ആശയം നടപ്പിലാക്കിയത് എങ്ങനെയാണ്? വാളുകൊണ്ടാണ്. യുക്തിയുടെ ആളുകളാണ് അവർ. പക്ഷെ അവർ വാളുകൊണ്ടാണ് ഈ ആശയം നടപ്പിലാക്കിയത്. അല്ലാതെ ജനങ്ങളോട് പോയിട്ട് സംസാരിച്ച് അവരെ എന്താക്കിയല്ല, ബോധവൽക്കരിച്ച് അതിൻ്റെ ആളുകളാക്കല്ല ചെയ്തിട്ടുള്ളത്. അതൊരു വിരോധാഭാസമാണ്. ഈ അശ്അരി ആശയമാണെങ്കിലും സൂഫിസമാണ് ഒക്കെ പ്രചരിച്ചിട്ടുള്ളത് വാളുകൊണ്ടാണ്. അങ്ങനെ അവിടുന്ന് കൽപ്പന പുറപ്പെടുപ്പിച്ചു എന്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമാം ഇത് സ്വീകരിക്കാത്തവരെല്ലാവരെയും എന്ത് ചെയ്യും? കൊന്നുകളയും എന്നുള്ളത്, പണ്ഡിതന്മാരെ കൊന്നുകളയുക എന്നുള്ളതാണ്. അങ്ങനെ ഇറാഖ് എന്ന് പറയുന്നത് ഖിലാഫത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ എത്ര ഉലമാക്കൾ ഉണ്ടാവും അവിടെ, എത്ര അയിമ്മത്തുകളുണ്ടാവും, ഖാദിമാരുണ്ടാവും, എത്ര ഫുഖഹാക്കളുണ്ടാകും, എല്ലാ മേഖലയിലുള്ള പണ്ഡിതന്മാർ എത്ര ഉണ്ടാകും അവിടെ. അവരെല്ലാവരും ഇതിനു വേണ്ടി നിർബന്ധിക്കപ്പെടുകയാണ്. ഇല്ലെങ്കിൽ വാള് കൊണ്ട് എന്ത് ചെയ്യും? തല അറക്കപ്പെടും. അങ്ങനെ അവർ ഭയന്നുകൊണ്ട് പലരും എന്ത് ചെയ്തു? വാക്കുകൊണ്ട് മാത്രം അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദം മാത്രമല്ല അതിലുള്ളത്. മറിച്ച് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു സിഫത്തുമില്ല എന്നുള്ള, എല്ലാ സിഫാത്തുകളെയും നിരാകരിക്കുക എന്നുള്ള വാദമാണ് അതിലുള്ളത്. മാത്രമല്ല എന്തൊക്കെ ആ ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫിയുടെ വാദമായിട്ടുണ്ടോ അതെല്ലാം മുസ്ലിമിലേക്ക് എന്ത് ചെയ്യാണ്? അടിച്ചേൽപ്പിക്കുക എന്നുള്ള വാദമാണുള്ളത്. അപ്പോൾ അവിടെയാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ എന്ത് ചെയ്യുന്നത്? സ്വന്തം മരണഭയമില്ലാതെ എന്ത് ചെയ്യുന്നത്? ഹക്കിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇമാം അഹ്മദും അദ്ദേഹത്തിൻ്റെ കൂടെ മുഹമ്മദ് ബിൻ നൂഹ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും, അവർ രണ്ടുപേരും ഒഴികെ ബാക്കി അവിടെയുള്ള ഫുഖഹാക്കളും ഉലമാക്കളും, വലിയ ഉലമാക്കളുണ്ട് ബഗ്ദാദിൽ, അവർക്ക് അതിന് ഉത്തരം ചെയ്യുകയാണ് മരണഭയം കാരണത്താൽ. അങ്ങനെ മഅ്മൂൻ കൽപ്പന കൊടുക്കുകയാണെന്ത്? ഇവരെ എവിടത്തേക്ക് കൊണ്ടുവരാൻ? ഈ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള തർത്തൂസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇമാം അഹ്മദിനെയും മുഹമ്മദ് ബിൻ നൂഹിനെയും അങ്ങനെ അവരെ ബന്ദികളാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ബാഗ്ദാദിൽ നിന്ന് ആ സ്ഥലത്തേക്ക് തെർത്തൂസിലേക്ക് വരെ അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല നാടുകൾ താണ്ടി ഏകദേശം 1 മാസം യാത്ര ചെയ്യണം എവിടെത്താണ്? ഈ തെർത്തൂസ് എന്ന് പറയുന്ന സ്ഥലം എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അവിടെ എത്തുന്ന സമയം എന്ത് ചെയ്യാണ്? ഇമാം അഹ്മദ് റഹിമഹുല്ലാ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, പിന്നെ മഅ്മൂൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തുമ്പോൾ അറിയിപ്പ് ലഭിക്കുന്ന എന്താണ്? മഅ്മൂൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അള്ളാഹുവിന് ധാരാളമായിട്ട് ഹംദ് ചെയ്യും. അങ്ങനെ ഈ ഫിത്ന അവസാനിച്ചു എന്ന് കരുതും. പക്ഷെ അടുത്ത് വരുന്നത് ആരാണ്? മഅ്മൂൻ്റെ സഹോദരനായിട്ടുള്ള മുഅത്തസിമാണ് ഭരണാധികാരി വരുന്നത്. മുഅത്തസിം എന്ന് പറയുന്നത് മഅ്മൂനെ പോലെ വലിയ എന്തല്ല അറിവുള്ള ആളോ ഒരു പിന്നെ ബുദ്ധിജീവിയൊന്നുമല്ല. അയാളൊരു എന്താണ് ഖലീഫയായിരുന്നു. പക്ഷെ എന്താണ് വളരെ അറിവ് കുറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതൊരു വലിയ സംഗതിയാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഇതിനെന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അവരെ ബാഗ്ദാദിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ശിക്ഷ ആരംഭിച്ചു. ആർക്കുള്ള? ഇമാം അഹ്മദ് റഹിമഹുള്ളക്കുള്ള. വഴിയിൽ തിരിച്ചു വരുന്ന വഴി ആര് മരണപ്പെട്ടു? ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ നൂഹ് മരണപ്പെട്ടു. അങ്ങനെ മുഹമ്മദ് ബിൻ നൂഹിന് ഇമാം അഹ്മദ് മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, ജനാസ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഫിത്നയിൽ ഇമാം അഹ്മദ് ഒറ്റയായി മാറി. അദ്ദേഹം ഒരാൾ മാത്രമാണ് ഇതിനു വേണ്ടി നിലകൊള്ളുന്നത്. അങ്ങനെ മുഅത്തസിമിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? പീഡനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്, ചാട്ടയടി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള പ്രകോപനങ്ങളും പ്രലോഭനങ്ങളൊക്കെ ആയിട്ട് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇമാം അഹ്മദിനെ എങ്ങനെയെങ്കിലും ഈ വാദത്തിൽ നിന്ന് തിരിച്ചു എന്ത് ചെയ്യണം? കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ പിന്നീട് ഒരുപാട് മുനാദറകൾ ഇമാം അഹ്മദ് റഹിമഹുള്ളയും മുഅ്തസിലികളുമായിട്ട് ഒരുപാട് മുനാദറകൾ, ഡിബേറ്റുകൾ ഉണ്ടായി. ആ ഡിബേറ്റുകളൊക്കെ ഗ്രന്ഥങ്ങളിൽ വന്നതാണ്. ആ ഡിബേറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന സംവാദങ്ങളും ഇമാമിങ്ങൾ നടത്തിയ സംവാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ മനസ്സിലാവുക. കാരണം ഇമാം അഹ്മദ് നടത്തിയിട്ടുള്ള സംവാദവും 1 മിനിറ്റ് കൊണ്ട് അവരുടെ എല്ലാ വാദങ്ങളെയും എന്താണ് നിഷ്പ്രഭമാക്കി കളയുന്ന തരത്തിലുള്ള സംവാദമാണ് അദ്ദേഹത്തിനുള്ളത്. 2-3 വാചകങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു സംവാദം അവസാനിക്കുന്ന രീതിയിൽ. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്ന സംവാദങ്ങൾ എന്താണ്? അതിങ്ങനെ മണിക്കൂറുകളൊന്നും ഇരുന്നു പക്ഷെ എവിടെയും എത്തുന്ന രൂപമല്ല കാണുന്നത്. അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തോട് മുഅത്തസിമിന്, ഖലീഫയായിട്ടുള്ള മുഅത്തസിമിന് അലിവ് തോന്നി. എന്നിട്ട് എന്ത് ചെയ്യാണ്? വീട്ടു തടങ്കിലാക്കുകയാണ് ചെയ്തത് ഇമാം അഹ്മദിനെ. പിന്നീട് അദ്ദേഹത്തിനെ വീണ്ടും
അദ്ദേഹത്തിന് അലിവ് തോന്നിയത് കൊണ്ട് ജമാഅത്തുകൾക്ക് പോകാൻ അനുവദിക്കുകയൊക്കെ ചെയ്തു. കുറേ കാലങ്ങളും അദ്ദേഹം വീട്ടിൽ തടങ്കലിലായിരുന്നു. ഇമാം അഹ്മദ് ജമാഅകൾക്കോ ജമാഅത്തിനോ ഒന്നും പോകാറുണ്ടായിരുന്നില്ല. ആരുമായി ബന്ധപ്പെടാൻ പാടില്ല, ഒരാളുടെയും കണ്ടുമുട്ടാൻ ഒന്നും പാടില്ല എന്നുള്ള കൽപ്പന ഉണ്ടായിരുന്നു. അങ്ങനെ മുഅത്തസിമിൻ്റെ അവസാന കാലയളവിലൊക്കെ ഇമാം അഹ്മദിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്തായിരുന്നു, ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ളത് മുഅത്തസിമിൻ്റെ മകനായിട്ടുള്ള വാസിഖാണ് അധികാരം ഏറ്റെടുക്കുന്നത്. വാസിഖാകട്ടെ മഅ്മൂനെ പോലെ തന്നെ വളരെയധികം ശക്തനായിട്ടുള്ള ഈ മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. പിന്നീട് വീണ്ടും ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ശിക്ഷ പുനരാരംഭിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് വാസിഖിന്റെ മരണത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇമാം അഹ്മദിന് ഈ ഫിത്നയിൽ നിന്ന് മോചനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാം നോക്കുന്നത് ഇമാം അഹ്മദ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ നോക്കുന്നത് ഇമാം അഹ്മദ് ഈ നിലപാടിൽ അടിയുറച്ച് നിൽക്കുകയാണ്, ഞങ്ങളും അടിയുറച്ച് നിൽക്കുന്നുള്ളതാണ്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാലും അവർ രണ്ട് ഭാഗത്തെ നോക്കുക. ആരുണ്ട്, ഒരു പാമ്പിനെ കണ്ടാലും അല്ലെങ്കിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാലും രണ്ട് സൈഡിലേക്കാണ് ആദ്യം നോക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും പോകാം എന്നുള്ളതാണ് എന്ത് ചെയ്യുക, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അല്ലേ. അപ്പോൾ കൂടികളാണ് സാധാരണക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഇതിന് ഉത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം തന്നെ എന്താകും, അപ്രത്യക്ഷമാകുന്ന ഒരു ഘട്ടമാണുള്ളത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഏകദേശം 18ഓളം വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കഠിനമായിട്ടുള്ള പരീക്ഷണ കാലയളവ് കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി സത്യത്തിന് വേണ്ടി അടിയുറച്ചു നിന്നു. ഈ ഒരു ഫിലോസഫിയുടെ കടന്നുകയറ്റത്തെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ചെറുത്തു തോൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കഴിവിന് പരമാവധി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ സഹായിച്ചത് ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ് അല്ലേ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ഈമാനാണ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അടിയുറച്ചു നിന്നിട്ടുള്ള ഈമാനാണ്. മൂന്നാമതായിട്ട് അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത് ചില വ്യക്തികളുടെ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണ കാലയളവിൽ അദ്ദേഹത്തിന് സ്ഥൈര്യം നൽകിയിട്ടുള്ള ആളുകൾ, അവരുടെ വാക്കുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഓരോ വിഷയങ്ങൾ അതെല്ലാം എന്താണ്, മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്ത് ചെയ്തതാണ്, നമ്മൾ വിഷയത്തിൻ്റെ നേരിട്ടുള്ള ഭാഗമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെന്ത് ചെയ്യാത്തത്, വിശദീകരിച്ച് സംസാരിക്കാത്തത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇമാം അഹ്മദ് ഉറച്ചു നിന്നത് അഇമ്മത്തുകൾ, വലിയ അഇമ്മത്തുകൾ, ഒരുപക്ഷെ ഇമാം അഹ്മദിനേക്കാളും അറിവുള്ള ഉലമാക്കൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ചില വിഷയങ്ങളിൽ അറിവുള്ള ഉലമാക്കൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണുപോയിട്ടുണ്ട്. അവർ വാക്കാൽ അതിന് ഉത്തരം ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി. അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് അദ്ദേഹം ആ കാലയളവിൽ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഉണ്ട്. ഇമാം അഹ്മദിൽ നിന്ന് ഇമാം ബുഖാരി അൽമ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലി ഇബ്നുൽ മദീനിയിൽ നിന്നും ഇമാം ബുഖാരി അൽമ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഇമാം ബുഖാരി അലി ഇബ്നുൽ മദീനിയെ സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്, മസ്തസ്ഗർതു നഫ്സി ഇൻദ അഹദിൻ ഇല്ല ഇൻദ അലി ഇബ്നുൽ മദീനി. ഞാൻ ഒരാളുടെ മുമ്പിലും എൻ്റെ നഫ്സിനെ ചെറുതായി കണ്ടിട്ടില്ല, എൻ്റെ ഇൽമിനെ ചെറുതായി കണ്ടിട്ടില്ല. ആരുടെ മുമ്പിലല്ലാണ്ട്, അലി ഇബ്നുൽ മദീനയുടെ മുമ്പിലല്ലാണ്ട്. അത്രയും അറിവുള്ള പണ്ഡിതനാണ് അദ്ദേഹം. വാളിൻ്റെ മുമ്പിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു ആശയത്തിന് ഉത്തരം ചെയ്യേണ്ടി വന്നു, വാക്കാൽ ഉത്തരം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എന്ത് ചെയ്തില്ല, അതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇമാം അഹ്മദ് അടിയുറച്ചു നിന്നു. അതുപോലെ തന്നെ മറ്റൊരു വലിയ ഇമാമാണ് യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം അഹ്മദിന്റെ വരെ ഷെയ്ഖായിട്ടുള്ള അബ്ദുർ റസാഖ് അസ്സൻആനി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത് എന്താണ്, മാ റഅയ്തു മിസ്ലഹു. അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. വല അഅലമ ബിൽ ഹദീസ് മിൻഹു. അദ്ദേഹത്തെക്കാളും ഹദീസ് അറിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നതാണ് ഇമാം അഹ്മദിന്റെ തന്നെ ഷെയ്ഖായിട്ടുള്ള അബ്ദുർ റസാഖ് അസ്സൻആനി റഹ്മത്തുള്ളാഹി പറയുന്നത്. അദ്ദേഹവും ഈ പരീക്ഷണത്തിൽ എന്ത് ചെയ്തു, വീണുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉത്തരം ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇമാം അഹ്മദ് ശക്തനായി അടിയുറച്ചു നിന്നു ഈ ദീനിനു വേണ്ടി, ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു വലിയ ഇമാമാണ് അബൂ മഅ്മർ അൽ ഖതീഇ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും വലിയ
പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സലഫിയത്തിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിൽ അദ്ദേഹത്തിന് സ്ഥാനം അറിയിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം, ലൗ തകല്ലമത് ബഗ്ലതി ലഖാലത് ഇന്നഹാ സുന്നിയ്യ. എൻ്റെ കോവർ കഴുത, അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ടുള്ള കോവർ കഴുത, ആ കോവർ കഴുത എങ്ങാനും സംസാരിക്കായിരുന്നെങ്കിൽ ആ കഴുത വരെ പറയുന്നത് ഞാൻ സലഫിയാണ് സുന്നിയാണെന്ന് പറയും. അത്രയധികം സലഫിയത്തുള്ള സുന്നിയത്തുള്ള ആളാണ് ആര്? അബൂ മഅ്മർ അൽ ഖത്ഈ. വലിയ ഇമാമാണ്, ഹാഫിദാണ്. അദ്ദേഹവും ഈ ഒരു മെഹ്നത്തിൽ ഉത്തരം ചെയ്തു. അതുപോലെ തന്നെ അബൂ ഹൈസമ, അതുപോലെ മുഹമ്മദ് ബിൻ അൽ ആല, അബൂ ഖുറൈബ്, ഇബ്നു സഅദ്, സജ്ജാദ് സഅദവൈഹി, ഖവാരീരി, ഇബ്നുൽ മുൻദിർ, ഇബ്നു അബി ഇസ്രായീൽ, അബുൽ ഫദ്ൽ അൽ അംബരി, അബൂ നസ്ർ തമ്മാർ, ഇബ്നുൽ ജഅദ്, ഹിഷാം ഇബ്നു അമ്മാർ, ഇങ്ങനെ തുടങ്ങി വലിയ അയിമ്മത്തുകൾ, ആ കാലയളവിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അയിമ്മത്തുകൾ. ഇവരെല്ലാം എണ്ണിയാലൊടുങ്ങാത്ത അയിമ്മത്തുകൾ. കാരണം ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്തിൻ്റെ കേന്ദ്രമാണ് ഇറാഖ് എന്ന് പറയുന്നത്. അവിടെയാണ് ഉലമാക്കളുടെ കേന്ദ്രം, ഫുഖഹാക്കളുടെയും ഖാദിമാരുടെയും മുഹദ്ദിസുകളുടെയും എല്ലാ കേന്ദ്രം അവിടെയാണ്. അവരെല്ലാവരും ഉത്തരം ചെയ്യേണ്ടി വന്നു മരണഭയം കാരണത്താൽ. പക്ഷേ ഇമാം അഹ്മദ് റഹിമഹുല്ല ഉറച്ചു നിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമാം അഹ്മദ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ചരിത്രത്തിൽ അപൂർവമാണ്. ഇതാണ് മുജദ്ദിദീങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ചരിത്രത്തിൽ വളരെ അപൂർവമാണ് അവർ. അതിൽ നമുക്കറിയാം, ഒന്നാമതാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അഭിമുഖീകരിച്ചുള്ള ഫിത്ന എന്ന് പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം വ്യാപകമായിട്ടുള്ള റിദ്ദത്ത് വന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോക്ക് വന്നു. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ മാനിഅ സക്ക വന്നു. അവിടെ പല സഹാബിമാരും പകച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ദീനിന്റെ സംരക്ഷകനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? അടിയുറച്ച് നിന്ന് ദീനെ സംരക്ഷിച്ച് നിർത്തിയത്, അല്ലേ? അതുപോലെയാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം ഇബ്നു തൈമിയ റഹിമഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വിരലിനെണ്ണാൻ പറ്റുന്ന ആളുകളാണ്. അത്രയും പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ എന്ത് ചെയ്താൽ സംരക്ഷിച്ച് നിർത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഉലമാക്കൾ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള ഉലമാക്കളെ സംബന്ധിച്ചാൽ അവർ ഇൽമിൽ മുഴുകുന്നുണ്ട്, ഹദീസിൽ, ഫിഖ്ഹിൽ, മറ്റെല്ലാ ഉലൂമുകളും മുഴുകുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ, മൻഹജിയായ കാര്യങ്ങൾ, അതുപോലെ ബിദ്അത്തിനെ എതിർക്കുന്ന വിഷയത്തിനും ഒക്കെ എന്ന് പറയുന്നത് ശക്തമായ എന്ത് വേണ്ടതുണ്ട്? ഈമാനും അതുപോലെ തന്നെ ധൈര്യവും എല്ലാം വേണ്ടതുണ്ട്. അവിടെ തൗഫീഖ് വേണ്ടതുണ്ട്, അള്ളാഹിന്റെ വലിയ തൗഫീഖ് വേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുള്ളയെ സംബന്ധിച്ച് അലി ഇബ്നുൽ ശുഐബ് റഹിമഹുള്ള പറഞ്ഞു, ലൗല അഹ്മദ് ഇബ്നു ഹംബൽ ഖാമ ബിഹാദ അശ്ശഅൻ ലകാന ആറൻ അലൈനാ ഇലാ യൗമിൽ ഖിയാമ. ഇമാം അഹ്മദ് റഹിമഹുള്ള ഈ സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ട് നിലക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്കൊന്നടങ്കം, അല്ലെങ്കിൽ ഈ മുസ്ലിമീങ്ങൾക്കൊന്നടങ്കം ഖിയാമത്ത് നാൾ വരെ അതെന്തായിരിക്കും? നാണക്കേടായിട്ട് നിലനിൽക്കും. അന്ന ഖൗമൻ സുബിഖു ഫലം യഖ്റുജ് മിൻഹും അഹദ്. ഒരു സമുദായം സത്യത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്, ശക്തമായ മാറ്റുരയ്ക്കൽ ഉണ്ടാവുകയാണ്, എന്നിട്ട് ഒരാൾ പോലും അതിൽ നിന്ന് അതിനുവേണ്ടി ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ള അവസ്ഥ വരും. അവിടെയാണ് ഇമാം അഹ്മദ് മാറി നിൽക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു അബൂ മഅ്മർ അൽ ഖത്ഈ, അദ്ദേഹം വലിയ ഇമാമാണ്, ഹാഫിദാണ്. അദ്ദേഹം മരണഭയത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്തരം ചെയ്തിട്ടുണ്ട്. പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരും പല ഹദീസുകൾ തവീൽ ചെയ്യുന്ന അവസ്ഥ വന്നു. അതൊക്കെ ഉണ്ടാകും ഫിത്നയുടെ കാലയളവിൽ എന്ന് പറയുന്നത്. ഈ അബൂ മഅ്മർ അൽ ഖത്ഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താണ് പറയുന്നത്? വകാന അബൂ അബ്ദില്ലാഹ് റഹിമഹുല്ലാഹ് ഖദ് ഉഹ്ദർ. ഈ പരീക്ഷണത്തിന്റെ കാലയളവിൽ ഇമാം അഹ്മദിനെ മുഅത്തസിമിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. വകാന അബൂ അബ്ദില്ലാഹ് റജുലൻ ലയ്യിനൻ. ഇമാം അഹ്മദ്, അബൂ അബ്ദില്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏറ്റവും മാനസികമായിട്ടും പ്രകൃതപരമായിട്ടും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇമാം അഹ്മദ്. പക്ഷേ ഫലമ്മ റഅ അന്നാസ് യുജീബൂൻ ഇൻതഫഖത് ഔദാജു. അദ്ദേഹത്തിന് മുമ്പിൽ എന്ത് ചെയ്യാണ്? ഓരോ അയിമ്മത്തുകളും ഫുഖഹാക്കളും ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇതിന് ഉത്തരം ചെയ്യാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കവിൾ തുടുത്തു. വഹ്മറത് ഐനാഹ്, അദ്ദേഹത്തിന്റെ കണ്ണ് ചുവന്ന് വന്നു. വദഹബ ദാലിക അല്ലീൻ അല്ലദീ മഅ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയായിട്ടുള്ള സോഫ്റ്റ്നെസ് ഒക്കെ പോയി. വഅലിംതു അന്നഹു റജുലുൻ ഗദിബ ഗദ്ബൻ ലില്ലാഹ്, അപ്പൊ എനിക്ക് മനസ്സിലായി
ആ വ്യക്തി ഇമാം അഹ്മദ് അള്ളാഹുവിന് വേണ്ടി കോപിച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോ ആലോചിച്ച് നോക്കുക, എത്ര അയിമ്മത്തുകളാണ് മുഹദ്ദിസീങ്ങളാണ് ഇതിൽ വീണുപോയിട്ടുള്ളത്. അതും ഇമാം അഹ്മദിന്റെ മുമ്പിൽ മാത്രമല്ല. ഇമാം അഹ്മദിനെ എന്ത് ചെയ്യാൻ വേണ്ടി ഇമാം അഹ്മദിനോടുള്ള അനുകമ്പ കാരണത്താലൊക്കെ തന്നെ ഒരുപാട് പണ്ഡിതന്മാര് കുടുംബക്കാരൊക്കെ ഇമാം അഹ്മദിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ ഇതിന് ഉത്തരം ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കൊല്ലപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്ലാമിൽ ഇതിന് ഉദ്റുണ്ട്, ദറൂറത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യാം, അസത്യം കുഫ്ർ നാവ് കൊണ്ട് പറയാം എന്നൊക്കെ എന്ത് ചെയ്യും പല ഫുഖഹാക്കളും അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ വന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു മനുഷ്യനുണ്ടാക്കുന്ന ചാഞ്ചാട്ടം എത്രയായിരിക്കും. പക്ഷേ ഇമാം അഹ്മദ് അവിടെ എല്ലാം എന്ത് ചെയ്യാണ്, അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇമാം അഹ്മദിന്റെ പിതാവിന്റെ സഹോദരനായിട്ടുള്ള ഇസ്ഹാഖ് ബിൻ ഹംബൽ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ അബ അബ്ദില്ലാ ഖദ് അജാബ അസ്ഹാബുക്, താങ്കളുടെ കൂടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ഉത്തരം ചെയ്തിട്ടുണ്ട്. വഖദ് ഉഅ്സിർത ഫീമാ ബൈനക വബൈന അല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനും താങ്കൾക്കിടയിൽ എന്തുണ്ട്, ഈ വിഷയത്തിൽ താങ്കൾ നാവ് കൊണ്ട് ഉത്തരം ചെയ്യുകയാണെങ്കിൽ ഇളവുണ്ട്. കാരണം എന്താണ്, മരണം ആണ് മുന്നിലുള്ളത്, കൊല്ലുക എന്നുള്ളതാണുള്ളത്. ആ വിഷയത്തിൽ എന്തുണ്ട്, ഇസ്ലാമില് ഉദ്റുണ്ട്, നാവ് കൊണ്ട് കുഫ്ർ പറഞ്ഞാൽ ഉദ്റുണ്ട്. അതുകൊണ്ട് താങ്കൾ ഉത്തരം ചെയ്തുകൊള്ളൂ. വഖദ് അജാബൽ ഖൗം വബഖീത അൻത ഫിൽ ഹബ്സി വദ്ദീഖ്, എല്ലാവരും ഉത്തരം ചെയ്തു കഴിഞ്ഞു, ബാക്കി നിങ്ങൾ മാത്രമേ ഉള്ളൂ ജയിലായിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം അഹ്മദ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, യാ അമ്മി ഖദ് അജാബൽ ആലിമു തഖിയ വൽ ജാഹിലു ബിജഹൽ ഫമതാ യതബയ്യനൽ ഹഖ്. എൻ്റെ എളാപ്പ, ഒരു പണ്ഡിതൻ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അസത്യത്തിന് വേണ്ടി കുഫർ നാവ് കൊണ്ട് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ അറിവില്ലായ്മയുടെ പേരിൽ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഹക്ക് എങ്ങനെയാണ് വെളിപ്പെടുക എന്നതാണ് ഇമാം അഹ്മദ് ചോദിക്കുന്നത്. അതുപോലെ അബുൽ അബ്ബാസ് അർ-റഖി വലിയ പണ്ഡിതനാണ്, ഹാഫിദാണ്. അദ്ദേഹം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഫജഅലു യദ്കുറൂനഹു മാ യുർവ ഫി തഖിയ്യതി മിനൽ അഹാദീസ്. തഖിയ്യയുടെ വിഷയത്തിൽ, തഖിയ്യ എന്ന് പറയുന്നത് സത്യം വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, കുഫറാകുന്ന അല്ലെങ്കിൽ അസത്യമാകുന്ന കാര്യം എന്താ വ്യംഗ്യമായ രൂപത്തിൽ പറയുന്നതിനെയാണ് തഖിയ്യ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ എന്തുകൊണ്ട് ദറൂറത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളതിൽ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. ഇതെല്ലാം ഈ അബുൽ അബ്ബാസ് അർ-റഖി റഹ്മത്തുള്ളാഹി വന്നിട്ട് ഇമാം അഹ്മദിനോട് പറയാണ്. അപ്പോ ഇമാം അഹ്മദ് തിരിച്ച് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ഒരു ഹദീസ് ഉണ്ട്, ഏതാണ് ആ ഹദീസ്, ഇന്നമൻ കാന ഖബ്ലകും കാന യുൻശറു അഹദുഹും ബിൽ മിൻഷാർ. നിങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ പരീക്ഷിക്കപ്പെട്ടു സത്യത്തിന്റെ വിഷയത്തിലെ. അവരിൽ ഒരാളെ അസത്യം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, തലയുടെ മുകളിൽ മൂർദാവിൽ എന്ത് ചെയ്യാണ്, വാളിങ്ങനെ വെക്കും, ഈർച്ചവാള്, അറക്കവാള്. എന്നിട്ട് ഒന്നുകിൽ ഇത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, മരിക്കാന്ന് പറയാണ്. സുമ്മ ലാ യസുദ്ദുഹു ദാലിക അൻ ദീനി, എന്നിട്ടത് അദ്ദേഹത്തിന്റെ എന്താണ് മൂർദാവ് മുതൽ താഴെ വരെ അറുത്തുകൊണ്ട് രണ്ടായി പിളർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിൽ അങ്ങനെയുള്ള പല ആളുകൾ കഴിഞ്ഞുപോയിട്ട് അവരെന്നിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, അസത്യത്തിന് കുഫറിന് ഉത്തരം ചെയ്തിട്ടില്ല, വാക്കാൽ പോലും ഉത്തരം ചെയ്തില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ഹദീസ് അല്ലേ, ആ ഒരു ഹദീസ് ഇമാം അഹ്മദ് തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? വേറെയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ എളാപ്പ വരുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഇസ്ഹാഖ്, അദ്ദേഹം മുഅത്തസിമിന്റെ ഖാദിയായിരുന്നു. ആ ഖാദി അബ്ദുറഹ്മാൻ ബിൻ ഇസ്ഹാഖ് ഇമാം അഹ്മദിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മൻ സനഅ ബിനഫ്സിഹി മിൻ അസ്ഹാബിക ഫി ഹാദൽ അംർ മാ അന സനഅത്. താങ്കളെ പോലുള്ള എല്ലാ അയിമ്മത്തുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരം ചെയ്തിട്ടുണ്ട്. ഹാദ യഹ്യ ഇബ്നു മഈൻ, ദാ യഹ്യ ഇബ്നു മഈൻ ഉത്തരം ചെയ്തിട്ടുണ്ട്. വഹാദ അബു ഹൈസമ ഉത്തരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബി ഇസ്രായീൽ, ഇങ്ങനെ ഓരോരുത്തരും എണ്ണി പറയാൻ തുടങ്ങി. ഇവരെല്ലാം ഉത്തരം ചെയ്തിട്ടുണ്ട്. അലൈസ ഖദ് അജാബു, അവരെല്ലാം ഇതിന് ഉത്തരം ചെയ്തില്ലേ? വജഅല യുഅദ്ദിദു മൻ അജാബ വയഖൂൽ വൈഹക അജിബ്നി, എന്നിട്ട് ഇമാം അഹ്മദിനെ ഇതിന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. ഇമാം അഹ്മദ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഭീഷണിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുഅത്തസിമിന്റെ മജ്ലിസിൽ ഇമാം അഹ്മദിനെ എന്ത് ചെയ്യാണ്,
ചാട്ടവാർ അടിക്ക് വേണ്ടി വിധേയനാക്കപ്പെടുകയാണ്. അങ്ങനെ ഈ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഇമാം അഹ്മദിനോട് പറയുകയാണ്, ഇമാമുക അലാ റഅസിക ഖായിം, മുസ്ലിമീങ്ങളുടെ ഇമാമായിട്ടുള്ള ഖലീഫ താങ്കളുടെ തലക്കും മീതുണ്ട്. വൈഹക അൽ ഖലീഫ അലാ റഅസിക മുഷ്ഫിഖ അലൈക വഹാദ ബൈന യദൈക ഫഅജിബ്ഹു ഇലാ മാ യുരീദ്. ഇതിന് താങ്കൾ ഉത്തരം ചെയ്യുക, ഖലീഫയാണ് പറയുന്നത് എന്ന് പറയും. ഇമാം അഹ്മദ് എന്ത് ചെയ്യുന്നില്ല, ഉത്തരം ചെയ്യുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് ഈ അയിമത്തുകളെക്കാളൊക്കെ അറിവ് താങ്കൾക്കുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇമാം അഹ്മദിനോട്. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. ഇമാം അഹ്മദിന്റെ ശിഷ്യനായിട്ടുള്ള അബൂബക്കർ അൽ മർവസി റഹ്മഹുല്ലാ ഇമാം അഹ്മദിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, യാ ഉസ്താദേ ഖാലല്ലാഹ് വലാ തഖ്തുലു അൻഫുസകും, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം ശരീരത്തെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ മരണഭയമുണ്ടെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ അസത്യം പറയാലോ കുഫർ പറയാലോ നാവ് കൊണ്ട് പറയാലോ എന്ന് പറയാണ്. അപ്പോൾ ഇമാം അഹ്മദ് റഹ്മഹുല്ലാ ഈ കാഴ്ച കാണാൻ വേണ്ടി പുറത്തു വന്ന് നിൽക്കുന്ന തുല്ലാബുകൾ, വിദ്യാർത്ഥികൾ, സാധാരണക്കാർ, അവരിലേക്ക് ചൂണ്ടി അബൂബക്കർ അൽ മർറൂസിയോട് പറയാണ്, യാ മർറൂസി ഉദില്ലു ഹഉലാഇ കുല്ലഹും, ഇവരെല്ലാവരെയും ഞാൻ വഴിപഴിപ്പിക്കാനോ? അഖ്തുലു നഫ്സി വല ഉദില്ലു ഹഉലാ, ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ കൊല്ലാൻ എന്നെ സമ്മതമാണ് എനിക്ക്, പക്ഷെ ഇവരെ പിഴപ്പിക്കാൻ എന്തല്ല ഞാൻ സമ്മതമല്ല. അവരെല്ലാവരും കാത്തിരിക്കുന്നത് ഇമാം അഹ്മദ് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ എളാപ്പ വീണ്ടും വന്നിട്ട് പറയാണ്, യാ ഇബ്ന അഖി ഖുലിൽ ഖുർആൻ മഖ്ലൂഖ് അല തഖിയ്യ, ഖുർആൻ മഖ്ലൂഖാണെന്ന് തഖിയ്യയായിട്ടും എങ്കിലും പറയുമെന്ന് എളാപ്പ വന്ന് പറയാണ്. അപ്പോൾ ഇമാം അഹ്മദ് അടിയുറച്ചുകൊണ്ട് എളാപ്പനോട് വീണ്ടും പറയണ, യാ അമ്മി ഇന്നി അറദ്തു നഫ്സി അല സൗത്ത് ഫസബറത്, എൻ്റെ നഫ്സിനെ ഞാൻ ചാട്ടവാർ അടിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് തയ്യാറാണോ എന്നുള്ളത് ഞാൻ എൻ്റെ നഫ്സിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നഫ്സ് അതിന് ഒരുക്കമാണ്, ചാട്ട അറിയേൽക്കാൻ തയ്യാറാണ്. വഅറദ്തു നഫ്സി അല സൈഫ്, വാള് കൊണ്ട് ശിരസ് ഛേദിക്കാൻ എൻ്റെ നഫ്സ് തയ്യാറാണോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നഫ്സ് തയ്യാറാണ്, അതിനും തയ്യാറാണ്. വഅറദ്തു നഫ്സി അല നാർ ഫലം അസ്ബിർ, പക്ഷേ എൻ്റെ നഫ്സ് നരകത്തിൽ കിടക്കാൻ തയ്യാറല്ല, നരകത്തിന് വേണ്ടിയിട്ട് എൻ്റെ നഫ്സ് എന്തില്ല, ഒരുക്കമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ തരത്തിൽ പണ്ഡിതന്മാർ, കുടുംബക്കാർ, വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് ഇമാം അഹ്മദിനോട് ആവശ്യപ്പെടുക, എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇമാം അഹ്മദ് ഒരുക്കമായിട്ടില്ല. പിന്നീട് ഒരുപാട് മോഹവാഗ്ദാനങ്ങൾ കൊടുക്കപ്പെടുന്നുണ്ട് ഇമാം അഹ്മദ്, പ്രലോഭനങ്ങളിലൂടെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുഅത്തസിം, ഖലീഫയായിട്ടുള്ള മുഅത്തസിം ഇമാം അഹ്മദിനോട് പറയാണ്, വല്ലാഹി ലഇൻ അജബ്തനി ലഉത്ലിഖന്ന അൻക ബിയദി, താങ്കൾ ഈ ഒരു വിഷയത്തിൽ ഉത്തരം ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് താങ്കളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബന്ധനങ്ങളൊക്കെ ഞാൻ അഴിച്ചു തരും. വല ആതിയന്നക ഫി ഹശമി വമവാലി വജുന്ദി വല അതഅന്ന ബിസാതക്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് പരിവാരങ്ങളുമായിട്ട് വരും ആദരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താങ്കളുടെ ബിസാത്ത്, താങ്കളുടെ എന്താണ് കാർപ്പറ്റിൽ ഞാൻ എന്ത് ചെയ്യും വന്ന് കാലം എന്ന് വെച്ചാൽ താങ്കളുടെ വീട്ടിലേക്ക് ഞാൻ അതിഥിയായിട്ട് വരും താങ്കൾ ആദരിക്കാൻ വേണ്ടി എന്ന് പറയുന്നു. അപ്പോൾ ഇമാം അഹ്മദ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇമാം അഹ്മദിനോട് വീണ്ടും പറഞ്ഞു, യാ അഹ്മദ് അല്ലാഹ യാ അഹ്മദ് വല്ലാഹി ഇന്നി അലൈക ലശഫീഖ്, താങ്കളോട് എനിക്ക് ഭയങ്കര കാരുണ്യം ഉണ്ടായിട്ട് പറയാണ്. വ ഇന്നി ലഉശ്ഫിഖു അലൈക കശഫഖതി അലാ ഹാറൂൻ ഇബ്നി, എൻ്റെ മോനോടുള്ള സ്നേഹം താങ്കളോട് എനിക്കുണ്ട് എന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞിട്ട് വീണ്ടും അടിയും കൊടുക്കുന്നുണ്ട്, ചാട്ടവാർ അടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇമാം അഹ്മദ് അടിയുറച്ച് നിൽക്കുകയാണ്. മാത്രമല്ല വീണ്ടും പറഞ്ഞു, യാ അഹ്മദ് വൈഹക് വല്ലാഹി ലഇൻ ഗമ്മനി അംറുക് വഖദ് അസ്ഹർതു ലൈലി, ഞാൻ താങ്കളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരെ കിട്ടുന്നില്ല. വൈഹക് യാ അഹ്മദ് തഖ്തുലു നഫ്സക്, താങ്കൾ താങ്കളുടെ നഫ്സിനെ കൊല്ലാൻ എന്താണ് തയ്യാറായി നിൽക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇമാം അഹ്മദ് വീണ്ടും ഈ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ ഒന്നും തന്നെ വഴങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാലയളവിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് സബറും സബാത്തും അടിയുറച്ച് നിൽക്കുക, ഹക്കിൻ്റെ മേൽ അടിയുറച്ച് നിൽക്കാൻ കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ ചാട്ടയടി, എത്ര ചാട്ടയടിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അതിൽ അടിക്കുന്ന ആൾ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ത്, അതൊരു ആനയാണ് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആന വരെ ചത്തു വീണു പോകുമായിരുന്നു എന്നുള്ളത്. അത്രമേൽ ഭീകരമായിട്ടുള്ള ശിക്ഷകൾക്കാണ്, പീഡനങ്ങൾക്കാണ് ഇമാം അഹ്മദ് വിധേയനായിട്ടുള്ളത്. അങ്ങനെ ഈ
എല്ലാവിധ പ്രകോപനങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇതിന് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വന്തം കൂടെയുള്ള ഉലമാക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ ആവശ്യത്തിന് ഇമാം അഹ്മദ് എന്ത് ചെയ്യുന്നില്ല, വീഴുന്നില്ല, അടിയുറച്ചു നിൽക്കുകയാണ് വന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇമാം അഹ്മദിനെ കൂടുതൽ എന്താണ് ശക്തമായിട്ട് ഹക്കിന്റെ മേൽ അടിയുറച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? ഇമാം അഹ്മദിന് സ്ഥൈര്യം നൽകിയിട്ടുള്ള ചില വാചകങ്ങൾ അത് ചില ആളുകൾ നൽകിയിട്ടുണ്ട്. അത് ഇമാം അഹ്മദിന് വളരെ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. ആർക്കും ഇമാം അഹ്മദിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, റെക്കമെൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇമാം അഹ്മദിന്റെ ശിക്ഷ അളവ് നൽകാനൊന്നും സാധിച്ചിട്ടില്ല. മറിച്ച് ഈ തരത്തിലുള്ള ആശ്വസിപ്പിക്കൽ ഇമാം അഹ്മദിന് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാമതാണ് അബൂ ജഅഫർ അൽ അംബാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഇമാം അഹ്മദിന്റെ തന്നെ ഷെയ്ഖാണ്. വളരെ ഈ ഒരു ഫിത്ന തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, വളരെ പ്രായം ചെന്നിട്ടുള്ള വ്യക്തിയാണ്, മരണാസന്നനായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇമാം അഹ്മദിനെ മഅ്മൂന് തുടക്ക സമയം മഅ്മൂൻ എന്ത് ചെയ്യാണ്, ഇമാം അഹ്മദിനെയും മുഹമ്മദ് ബിൻ നൂഹിനെയും അങ്ങ് തർത്തൂസിലേക്ക് എന്ത് ചെയ്യാണ്, വിളിക്കുന്നുണ്ട് അല്ലേ, അവരെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വഴിമധ്യേ എന്ത് ചെയ്യാണ്, ഈ അബൂ ജഅഫർ അൽ അംബാരി റഹിമഹുല്ലാ ഇമാം അഹ്മദിനെ എന്ത് ചെയ്യാണ്, പോയിട്ട് കാണുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ്, തർത്തൂസിലേക്ക് പോകുന്ന വഴി ഇദ്ദേഹം വഴിമധ്യേ എന്ത് ചെയ്യാണ്, കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അബൂ ജഅഫർ അൽ അംബാരി റഹിമഹുല്ലയെ ഇമാം അഹ്മദ് കണ്ട സമയത്ത്, ഇമാം അഹ്മദിന്റെ ഷെയ്ഖാണ് അബൂ ജഅഫർ അൽ അംബാരി. ഇമാം അഹ്മദ് ചോദിച്ചു, ഷെയ്ഖേ യാ അബാ ജഅഫർ തഅന്നൈത്, താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല, താങ്കൾ ക്ഷീണിച്ചിട്ടുണ്ട് ഈ ഒരു എന്നെ കാണാൻ വേണ്ടി വരുന്ന ഈ ഒരു യാത്രയിൽ. അപ്പോൾ അബൂ ജഅഫർ അൽ അംബാരി പറഞ്ഞു, ലൈസ ഫി ഹാദാ അനാ, ഇതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അബൂ ജഅഫർ പറഞ്ഞു ഇമാം അഹ്മദിനോട്, യാ ഹാദാ, നോക്കൂ, അൻതൽ യൗമ റഅസ്, താങ്കൾ ഇന്ന് എന്താണ്, ഹക്കിന്റെ നേതാവാണ്, ഹക്കിന്റെ പതാക വാഹകനാണ് ഇന്ന് താങ്കൾ. വന്നാസു യഖ്തദൂന ബിക്, താങ്കളെയാണ് ജനങ്ങൾ നോക്കുന്നത്, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നാണ് ജനങ്ങൾ മുഴുവൻ നോക്കുന്നത്, താങ്കളെയാണ് ജനങ്ങൾ അനുധാവനം ചെയ്യുന്നത്. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഇൻ അജബ്ത ഇലൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ ലയുജീബന്ന ബിഇജാബതിക ഖൽഖും മിൻ ഖൽഖില്ലാഹ്, താങ്കൾ ഇതിന് ഉത്തരം ചെയ്താൽ ഈ സമുദായം ഇതിന് ഉത്തരം ചെയ്യുന്ന അവസ്ഥ വരും. ഈ ഒരു വിശ്വാസം ജനങ്ങൾ സ്വീകരിക്കും, ഈ ഒരു കുഫ്ർ ജനങ്ങൾ സ്വീകരിക്കും. വഇൻ അൻത ലഇൻ തുജിബ് ലയംതനിഅന്ന ഖൽഖു മിനൻ നാസി കസീർ, താങ്കൾ ഇതിന് ഉത്തരം ചെയ്യാതെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ സത്യത്തിന്റെ മേൽ അടിയുറച്ച് ബാക്കിയായി നിൽക്കും. അങ്ങനെ വീണ്ടും പറയുന്നു, ഫത്തഖില്ലാഹ വലാ തുജിംഹും ഇലാ ഷൈ, അല്ലാഹുവെ സൂക്ഷിക്കുക, താങ്കളെയാണ് ജനങ്ങൾ പിൻപറ്റുന്നത്, താങ്കൾ ഇതിന് ഉത്തരം ചെയ്യുകയാണെങ്കിൽ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഇമാം അഹ്മദ് ഈ ഒരു ഉപദേശം കേട്ടിട്ട്, ഇത് അങ്ങ് തുടക്ക സമയമാണിത്, ഇമാം അഹ്മദിനെ മഅ്മൂൻ അങ്ങ് തർത്തൂസിലേക്ക് വിളിക്കുന്ന ആ ഒരു സമയത്താണ്, വഴിമധ്യയാണ് ഇത് കണ്ടുമുട്ടിയിട്ട് ഇമാം അഹ്മദിനോട് ഷെയ്ഖായിട്ടുള്ള അബൂ ജഅഫർ അംബാരി ഈ ഒരു കാര്യം പറയുന്നത്. ഇത് കേട്ടിട്ട്, ഈ ഒരു ഉപദേശം കേട്ടിട്ട് ഇമാം അഹ്മദ് കരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇമാം അഹ്മദ് പറഞ്ഞു, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, സുമ്മ ഖാല അഇദ് അലയ്യ മാ ഖുൽത്, താങ്കൾ പറഞ്ഞു ഒന്നുകൂടെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാണ്. അങ്ങനെ അബൂ ജഅഫർ അൽ അംബാരി വീണ്ടും ആ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ഇമാം അഹ്മദ് കരഞ്ഞു. എന്നിട്ട് അതിൽ എന്ത് ചെയ്യാണ്, അത് ജീവിതത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണ കാലയളവ് ഏകദേശം 18ഓളം വർഷം നീണ്ടുനിന്ന തീക്ഷ്ണമായ പരീക്ഷണത്തിൽ അടിയുറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട്. ഈ അബൂ ജഅഫർ അൽ അംബാരി അദ്ദേഹം വൃദ്ധനാണ്, മരണാസന്നനാണ്. ഈ ഫിത്ന തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട്, അല്ലാഹു യർഹമുഹു. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചുള്ള, ഈ ഹക്കിന് വേണ്ടി ചെയ്യാൻ സാധിച്ചത് എന്താണ്, ആ വൃദ്ധനായ വ്യക്തി ഇമാം പണ്ഡിതൻ എന്ത് ചെയ്തു, ഇമാം അഹ്മദിലേക്ക് യാത്ര ചെയ്ത് ആ ഉപദേശം കൊടുത്തു അല്ലേ. അതുപോലെ തന്നെയാണ് ഇമാം അഹ്മദിന്റെ കൂടെ ഈ ഫിത്നയിൽ ഉത്തരം ചെയ്യാതെ അടിയുറച്ചു നിന്നിട്ടുള്ള മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഒരു യുവാവായിരുന്നു. ആ ഇമാം അഹ്മദിന്റെ അത്ര അറിവുള്ള വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ എന്താണ്, അദ്ദേഹം യുവാവായിരുന്നു, പഠിച്ചു അതിന്റെ ആരംഭ കാലയളവിലായിരുന്നു. ആ മുഹമ്മദ് ബിൻ നൂഹ് ഈ യാത്ര മധ്യേ ഇമാം അഹ്മദിനോട് പറയുന്നുണ്ട്, ഇമാം അഹ്മദിനോട് പറയുന്നത് എന്താണ്, യാ അബ അബ്ദില്ലാഹ്, അല്ലാഹുവെ താങ്കൾ സൂക്ഷിക്കുക, ഇന്നക ലസ്ത മിസ്ലി, താങ്കൾ എന്നെ പോലുള്ള ഒരു വ്യക്തിയല്ല,
വലസ്തു മിസ്ലക്, ഞാൻ താങ്കളെ പോലുള്ള വ്യക്തിയല്ല. ഞാൻ എന്താണ്, താങ്കൾ അത്ര അറിവുള്ള വ്യക്തിയല്ല, പ്രായമുള്ള ഒന്നും വ്യക്തിയല്ല, ജനങ്ങൾ ഇതിലേക്ക് നോക്കുന്നുമില്ല. വ ഇന്നല്ലാഹ ഇബ്തലാനി ഇനില്ലാഹു ഇബ്തലാനി ഫഅജബ്തു ഫലാ തുഖാസു ബി. ഞാൻ എങ്ങാനും ഈ ഫിത്നക്ക് ഉത്തരം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും ഒന്നും എന്ത് ചെയ്യില്ല, എന്നെ ഫോളോ ചെയ്യുകയൊന്നും ചെയ്യില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നേയില്ല. അൻത റജുലുൻ യുഖ്തദാ ബിക്, എന്നാൽ താങ്കൾ ഇതിന് ഉത്തരം ചെയ്തു കഴിഞ്ഞാൽ താങ്കളെ ആളുകൾ പിൻപറ്റും എന്ന്. വഖദ് മദ്ദ ഹാദൽ ഖൽഖു അഅനാഖഹും ഇലൈക്, ജനങ്ങളെല്ലാം കഴുത്ത് നീട്ടി നോക്കുന്നത് താങ്കളിലേക്കാണ് നോക്കുന്നത്. ലിമാ യകൂനു മിൻക്, താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ജനങ്ങൾ നോക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബുതു ലി അംരില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഹക്കിന്റെ മേൽ അള്ളാഹുവിന്റെ അമ്രിൽ അടിയുറച്ചു നിൽക്കുക എന്ന് ഇമാം അഹ്മദ് പറയുന്നുണ്ട്. അങ്ങനെ ഈ മുഹമ്മദ് ബിൻ നൂഹ് പറയുന്നുണ്ട്, അതിൽ ഇമാം അഹ്മദിന് വളരെയധികം സന്തോഷമുണ്ടായി. ആ ഒരു എന്താണ് ഉപദേശം, ഒരു സാന്ത്വനം അദ്ദേഹത്തിന് വളരെയധികം എഫക്റ്റീവായിട്ടുണ്ട്. പിന്നീട് ഉള്ള കാലങ്ങളിലൊക്കെ ഇമാം അഹ്മദ് മുഹമ്മദ് ബിൻ നൂഹിനെ ഈ വിഷയത്തിലൊക്കെ പുകഴ്ത്താറുണ്ടായിരുന്നു. ഇമാം അഹ്മദ് ഈ മുഹമ്മദ് ബിൻ നൂഹ് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? മാ റഅയ്തു അഹദൻ അലാ ഹദാസത്തി സിന്നിഹി വഖില്ലത്തി ഇൽമിഹി അഖ്വമ ബിഅംരില്ലാഹി മിൻ മുഹമ്മദ് ബിൻ നൂഹ്. ഞാൻ പ്രായം കുറഞ്ഞ, അറിവ് കുറഞ്ഞിട്ടും ഹക്കിന്റെ മേൽ ഇത്രയധികം ശക്തമായി അടിയുറച്ചു നിന്നിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഞാൻ കണ്ടിട്ടില്ല. ആരെയല്ലാതെ? മുഹമ്മദ് ബിൻ നൂഹിനെ പോലെ മറ്റൊരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഹമ്മദ് ബിൻ നൂഹിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ആര് മരണപ്പെട്ടു? മുഹമ്മദ് ബിൻ നൂഹ് മരണപ്പെട്ടു. ഇമാം അഹ്മദ് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചു. അദ്ദേഹത്തെ ഖബറടക്കിയതും ഇമാം അഹ്മദാണ്. അപ്പോൾ അറിവ് കുറവായിരിക്കുക, പ്രായം കുറവായിരിക്കുക എന്നുള്ളതൊന്നും ഒരു മാനദണ്ഡമല്ല അല്ലേ. ഹക്കിന്റെ മേൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? അസ്ഹാബുൽ ഉഖ്ദൂദ്. ആ ഒരു സംഭവത്തിന്റെ തന്നെ ബാക്കിയായിട്ടുള്ള ഒരു സംഭവമാണ് ഖസ്സത്തുൽ ഗുലാം, ഒരു കുട്ടിയുടെ കഥ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഹദീസിൽ വിശദമായിട്ട് ആ കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി കാരണത്താൽ ഒരു നാട് മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സംഭവം അല്ലേ, ഹദീസിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ പ്രായം, അറിവ് എന്നുള്ളതല്ല ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത് എന്ത്? ലഅൻ തകൂന താബിഅൻ ഫിൽ ഹഖ് അഹബ്ബു ഇലല്ലാഹി മിൻ അൻ തകൂന റഅസൻ ഫിൽ ബിദ്അ. ഹഖിലെ ഒരു അനുയായിയായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അള്ളാഹുവിന് പ്രിയങ്കരമായിട്ടുള്ള എന്ത്? ബിദ്അത്തിൽ ഒരു എന്താണ് അതിന്റെ നേതാവായി തീരുന്നതിൻ്റെതിനേക്കാളും അള്ളാഹുവിന് പ്രിയങ്കരം എന്നുള്ളത് ഹക്കിന്റെ ഒരു അനുയായിയായി തീരുക, ഒരു ചെറിയ ഒരു അനുഭാവിയായി തീരുക എന്നുള്ളതെങ്കിലുമാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആശ്വാസവാക്കുകൾ. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിക്ക് മുഖമറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു വ്യക്തി ഇമാം അഹ്മദിനെ എന്ത് ചെയ്യാണ്? വഴി മധ്യേ വന്ന് കണ്ടുമുട്ടുന്നുണ്ട്. എവിടത്തേക്ക് പോകുന്ന വഴി? മഅ്മൂനിന്റെ അടുത്തേക്ക് കൊണ്ടുപോകപ്പെടുന്നത് വഴി. ആ വഴി മധ്യേ വന്നിട്ട് ഇമാം അഹ്മദിന്റെ അടുത്ത് വന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. യാ അബ അബ്ദുല്ലാഹ് ഇന്നല്ലാഹ ഖദ് റദിയ ലഹു വാഫിദ. അള്ളാഹു താങ്കളെ അള്ളാഹുവിന്റെ അംബാസഡർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തൃപ്തിപ്പെട്ടിട്ടുണ്ട്. താങ്കൾ അള്ളാഹുവിന്റെ വർത്തകനാണ്, എന്ന് വെച്ചാൽ അംബാസിഡർ ആണ്. ഫൻദുർ അല്ലാ യകൂന വുഫൂദുക അലൽ മുസ്ലിമീന വുഫൂദൻ മശ്ഊമ. ഇന്ന് ഈ തരത്തിൽ അള്ളാഹു താങ്കളെ തെരഞ്ഞെടുത്തിട്ട് താങ്കൾ ജനങ്ങളിലേക്ക് പോകുന്നത് എന്തായി തീരരുത്? അവർക്കൊരു ഷർറായി തീരുന്ന രീതിയിലാകാൻ പാടില്ല. വഅലം അന്നന്നാസ ഇന്നമാ യൻദുറൂനക ലിഅൻ തഖൂല ഫയഖൂലൂ. താങ്കൾ പറയാൻ വേണ്ടിയാണ് ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. താങ്കൾ എന്തോ പറയുന്നു അത് ജനങ്ങൾ ഏറ്റെടുക്കും. വഅലം അന്നമാ ഹുവ അൽ മൗത്ത് വൽ ജന്ന. മരണം പിന്നെ സ്വർഗമാണ് ബാക്കിയുള്ളൂ, വേറൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല എന്ന് ഇമാം അഹ്മദിനെ ഉപദേശിക്കുന്നത്. ഇതാരാണ്? ഇയാളെ പേര് വരെ പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇമാം അഹ്മദിന് അയാളെ മുഖം പരിചയപ്പെട്ടതേ ഉള്ളൂ. അങ്ങനെ ഇമാം അഹ്മദിനെ തെരഞ്ഞു പിടിച്ച് വഴിമധ്യേ വന്ന് കണ്ട് ഈ ഉപദേശം എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പണ്ഡിതന്മാരാണ് ഉത്തരം ചെയ്യുന്നത്, എത്ര പണ്ഡിതന്മാരാണ് ഇമാം അഹ്മദിനെ തന്നെ പ്രേരിപ്പിക്കുന്നത് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉതിരുണ്ടെന്ന് അല്ലെങ്കിൽ അതിലൊക്കെ എക്സ്ക്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പേരറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിവ് കുറഞ്ഞ ആളുകൾ, അവരുടെ ഉപദേശങ്ങളാണ് ഇമാം അഹ്മദിന് ഏറ്റവും വലിയ സാന്ത്വനമായിട്ടുള്ളത്, ഇമാം അഹ്മദിന് ഏറ്റവും വലിയ സഹായകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ
ബനു റബിയ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലുള്ള ഒരു അറാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാമീണനായിട്ടുള്ള അറബിയാണ്. പിന്നെ ബാദിയത്തുകളിൽ ബതുക്കളായിട്ടുള്ള ആളുകൾ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അയാളുടെ പേര് ജാബിർ ഇബ്നു ആമിറാണ്. പണ്ഡിതനല്ല, പിന്നെ ഇൽമുമായി യാതൊരു ബന്ധമില്ല, ഒരു സാധാരണക്കാരൻ അറാബി. അങ്ങനെ മഅ്മൂനിലേക്കുള്ള യാത്രാമധ്യേ ഈ അറാബി റഹ്ബത്തു തൗഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇന്നത്തെ സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ ഇമാം അഹ്മദിനെ വന്നുകൊണ്ട് കാണുകയാണ്. ആ ഒരു സംഭവം ഇമാം അഹ്മദ് തന്നെ പറയുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഒരാൾ വന്നിട്ട് എന്താണ് ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത്. അത് നോക്കുന്ന സമയത്ത് ഒരു അറാബിയാണ്. അറാബികളുടെ പണ്ട് കാലത്തുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു വേഷത്തിലാണ് വരുന്നത്. പറ്റേ എന്താണ് തരം താഴ്ന്നിട്ടുള്ള ഒരു വേഷത്തിലാണ് വരുന്നത്. ഇമാം അഹ്മദിനെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹന ഒരുപാട് എന്തുണ്ടാവും, ഭടന്മാരുണ്ടാകും, ഒക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ കടന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങാണ് രാത്രി. ആ സമയത്ത് ഇമാം അഹ്മദിന്റെ എന്താണ് ഒട്ടകത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇമാം അഹ്മദിനോട് സലാം പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അൻത അഹ്മദ് ബിൻ ഹംബൽ, താങ്കളാണോ അഹ്മദ് ബിൻ ഹംബൽ എന്ന് ചോദിക്കുന്നു. ഇമാം അഹ്മദ് മൗനം പാലിച്ചു. കാരണം ഇയാൾ ആരാണ് എന്താണ് നമുക്ക് അദ്ദേഹത്തിന് അറിയില്ല. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, അൻത അഹ്മദ് ബിൻ ഹംബൽ, താങ്കൾ അഹ്മദ് ബിൻ ഹംബൽ ആണോ ചോദിക്കുന്നു. വീണ്ടും ഇമാം അഹ്മദ് മൗനം പാലിക്കുന്നു. അങ്ങനെ ഫബറക അലാ റുക്ബതൈ, അദ്ദേഹം മുട്ടുകുത്തി ഇങ്ങനെ നിന്നു. എന്നിട്ട് വഖാല അൻത അബു അബ്ദില്ല അഹ്മദ് ബിൻ ഹംബൽ, താങ്കളാണോ അഹ്മദ് ബിൻ ഹംബൽ അബു അബ്ദില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇമാം അഹ്മദ് പറയും അതെ. അപ്പോൾ അറാബി ചോദിക്കും, തുഹിബ്ബുല്ലാഹ്, താങ്കൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇമാം അഹ്മദ്? അപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു, അതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഖാല ഫഇന്നക ഇൻ അഹ്ബബ്ത ലിഖാഅഹ്, അല്ലാഹു താങ്കൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവെ കണ്ടുമുട്ടാനും താങ്കൾ സ്നേഹിച്ചിരിക്കേണ്ടതുണ്ട്. വഖാല അൽ അറാബി, ആ അറാബി പറയാണ്, യാ അഹ്മദ് മാ അലൈക അൻ തുഖ്തല ഹാഹുന വതദ്ഖുലൽ ജന്നത ഹാഹുന, താങ്കൾക്കൊന്നും ഇല്ല, ഒന്നും ബാധിക്കുകയില്ല, ഇവിടെ വെച്ച് കൊല്ലപ്പെടും ഒരു പക്ഷേ, എന്നിട്ട് നേരെ സ്വർഗത്തിലാണ് പ്രവേശിക്കപ്പെടും. അബ്ശിർ വസ്ബിർ, അതുകൊണ്ട് എന്ത് ചെയ്യുക, സന്തോഷ വാർത്ത അറിയുക, സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയുക, സത്യത്തിന്റെ മേൽ അടിയുറച്ചുകൊണ്ട് ക്ഷമിക്കുക. ഫഇന്നമാ ഹിയ ദർബത്തുൻ ഹാഹുന വതദ്ഖുലൽ ജന്ന ഹാഹുന, ചിലപ്പോൾ വാൾ കൊണ്ടുള്ള ഒരു വട്ടായിരിക്കും, എന്നിട്ട് നേരെ സ്വർഗത്തിലാണ് പ്രവേശിക്കുക. യാ അഹ്മദ് ഇൻ യഖ്തുൽകൽ ഹഖ് തമുത് ഷഹീദൻ, താങ്കളെ സത്യത്തിന്റെ പേരിൽ സത്യം താങ്കളെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് താങ്കൾ മരിക്കുന്നത് ഷഹീദായ മരണമായിരിക്കും അതിലൂടെ ഉണ്ടാവുക. വഇൻ തഅശ് ഹമീദൻ, എന്നാൽ ഇതിന് ഉത്തരം ചെയ്യാതെ സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കളുടെ എന്താണ് സുത്യർഹമായ ഒരു ജീവിതമായിരിക്കും താങ്കൾക്ക് ബാക്കിയായി ഉണ്ടാവുക. നമുക്കറിയാം പിന്നീട് ഈ ഫിത്നയൊക്കെ കഴിഞ്ഞ് ഇമാം അഹ്മദ് എന്ത് ചെയ്തു, ഇമാമു അഹ്ലിസുന്ന അല്ലേ, ആ ഒരു ഏറ്റവും വലിയ പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നുള്ളതാണ്. ഈ ഒരു പരീക്ഷണമൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഴുവൻ ലോകം സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് ആ അറബിയുടെ തിരിച്ചുപോയി. ഈ ഒരു വാചകത്തെ സംബന്ധിച്ച് ഇമാം അഹ്മദ് ഈ പരീക്ഷണത്തിന്റെ കാലയളവ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്ത്, മാ സമിഅതു കലിമതൻ കാനത് ഔഖഅ ഫീ ഖൽബി മിൻ കലിമതിഹി, എൻ്റെ ഹൃദയത്തിൽ അത്രയധികം സ്വാധീനിച്ച മറ്റൊരു ആശ്വാസവാക്കുണ്ടായിട്ടില്ല ഈ അറാബിയുടെ ആശ്വാസവാക്കല്ലാതെ. വഖാല മാ സബ്ബതനി ഫിൽ അംരി അല്ലദീ നസല ബി മാ സബ്ബതനി ദാലികൽ അറാബി, ആ അറാബി എന്നെ സ്ഥൈര്യപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തിയതുപോലെ വേറെ ആരും ഉറപ്പിച്ചു നിർത്തിയിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ഇമാം അഹ്മദ് പിന്നീട്, ഇത് പരീക്ഷണത്തിന്റെ തുടക്ക സമയത്താണ്, പിന്നീട് ആ കാലയളവ് മുഴുവൻ അദ്ദേഹം ഈ അറാബിയുടെ വാചകം ഓർമ്മിക്കാറുണ്ടായിരുന്നു. ഇമാം അഹ്മദ് പറയുന്നു, ലമ്മാ ദുരിബ്തു ബിസ്സിയാത്ത് ജഅൽതു അസ്കുറു കലാമൽ അറാബി വഅന ഉത്റബ്, ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെടുന്ന സമയത്ത്, അടിക്കൊള്ളുന്ന സമയത്ത് ഞാൻ അറാബിയുടെ വാചകം ഇങ്ങനെ ഓർക്കും, അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഉറച്ചു നിൽക്കുമെന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു അറാബി ആണെങ്കിലും പേരറിയപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ സത്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിൽക്കുക, അതിന് സഹായിക്കുക, അതിൻ്റെ അഹലുകാരെ സഹായിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി, ഒരു ബന്ദിയാക്കപ്പെട്ടിട്ടുള്ള ഒരു
ജയിൽ പുള്ളി, അത് ഈ ഒരു വിഷയത്തിൽ ബന്ദിയാക്കപ്പെട്ട വ്യക്തിയല്ല. അദ്ദേഹം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയോട് പറയുന്നുണ്ട്, ഇമാം അഹ്മദിന് എല്ലാം ഈസി ആയിരുന്നു. കൊല്ലപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഷഹീദാകാം, നേരെ സ്വർഗമാണ്, പേടിയില്ല. അതുപോലെ തന്നെ ജയിൽ അടക്കപ്പെടാണെങ്കിൽ പ്രശ്നമില്ല, എൻ്റെ വീടും ജയിലും എനിക്ക് ഒന്നാണെന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇമാം അഹ്മദിന് എളുപ്പമാണ്. ലസ്തു ഉബാലി ബിൽ ഹബ്സി മാ ഹുവ മൻസിലി മാ ഹുവ വമൻസിലി വാഹിദ്. ജയിലും എൻ്റെ വീടും എനിക്ക് ഒന്ന് തന്നെയാണ്, ഒരു പ്രശ്നമില്ല എനിക്ക്. അതുപോലെ തന്നെ വല ഖത്ലൻ ബിസ്സൈഫ്, വാള് കൊണ്ട് എന്താണ് ശിരസ് ഛേദിച്ചുകൊണ്ടുള്ള മരണം എനിക്ക് പേടിയില്ല ഇമാം അഹ്മദ് പറഞ്ഞു. പക്ഷേ ഒരേ ഒരു കാര്യമാണ് എനിക്ക് പേടി, എന്ത്? ചാട്ടവാറ് കൊണ്ടുള്ള അടി എന്നുള്ളത്. ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അടിയാണ്. ആ അടിയിൽ വേദനയുടെ എന്താണ് പിന്നെ ആധിക്യം കാരണത്താൽ എന്ത് ചെയ്യും, പിന്നെ ഹൃദയം വിസമ്മതിച്ചാലും നാവ് അറിയാണ്ട് പറഞ്ഞു പോകുന്ന ഒരു ഘട്ടമുണ്ടല്ലേ, അങ്ങനെ ഉണ്ടാകും, നമുക്കറിയാവുന്നതാണത്. പരീക്ഷണത്തിന്റെ ഒരു എന്താണ് കാഠിന്യത്തിൽ നാവ് പറഞ്ഞു പോകും. ആ ഒരു കാര്യം ഇമാം അഹ്മദ് ഏറ്റവും ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഖാഫു ഫിത്നത സൗത്ത്, ഞാൻ ചാട്ടയുടെ ഫിത്നയാണ് ഞാൻ ഭയപ്പെടുന്നത്. വഅഖാഫു അല്ലാ അസ്ബിർ, എൻ്റെ ക്ഷമ നശിച്ചു പോയിട്ട് ഉത്തരം ചെയ്യപ്പെട്ടു പോകുന്നത് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇമാം അഹ്മദ് പറയാണ്. അപ്പോ ഇത് കേട്ട ഒരു ബന്ദിയായിട്ടുള്ള വ്യക്തി ഇമാം അഹ്മദിനോട് പറയണത്, ലാ അലൈക യാ അബാ അബ്ദില്ല, താങ്കൾ പേടിക്കേണ്ടതില്ല ഇമാം അഹ്മദ്. ഫമാ ഹുവ ഇല്ലാ സൗത്തുൻ സുമ്മ ലാ തദ്രി അയ്ന യഖഉ അസ്സാനി, ഒരൊറ്റ അടിയാണ് കിട്ടും, ബാക്കി കിട്ടുന്ന ഒന്നും താങ്കൾ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഒരു അടി കിട്ടുമ്പോൾ തന്നെ ബോധം പോകും. അങ്ങനെയാണ് സംഭവിച്ചില്ല. ഇമാം അഹ്മദിന്റെ ബോധം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരടി കിട്ടും, ബാക്കിയുള്ളത് താങ്കൾ അറിയുന്നില്ല എന്നുള്ളതാണ് അടി സ്ഥിരമായിട്ട് കൊണ്ട് ശീലമുള്ള ആൾ എന്ത് ചെയ്യുന്നത്, ഇമാം അഹ്മദിനോട് പറയുന്നത്. അങ്ങനെ ഇമാം അഹ്മദിന് അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. എന്താണ്, എളുപ്പമാക്കപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായി, ഫീൽ ഉണ്ടായി. അതൊരു എന്താണ്, ഒരു തണുത്ത വെള്ളം കിട്ടുന്നത് പോലെ വലിയൊരു എന്താണ്, ഒരു ഭയത്തിൽ നിന്നുള്ള ഒരു എന്താണ് ആശ്വാസമായിട്ട് സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരു എന്താണ് പ്രചോദനമായിട്ട് അത് ആയിത്തീരാണ് ചെയ്യുന്നത്. ഇനി ഇമാം അഹ്മദിനെ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ആര്, അബൂ തൗബ അൽ ഹലബി. അത് വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം എവിടെയുള്ള വ്യക്തിയാണ്, ഇന്നത്തെ അദ്ദേഹം അസ്ഖലാൻ എന്ന് പറയുന്ന നാട്ടിലുള്ള വ്യക്തിയാണ്. അസ്ഖലാൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ഇന്ന് ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള യഥാർത്ഥ ഫലസ്തീൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് അസ്ഖലാൻ എന്ന് പറയുന്നത്. അദ്ദേഹവും പ്രായം ചെന്നിട്ടുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വാചകമാണെന്ത്, അറിയപ്പെട്ടൊരു വാചകമാണ്, മുആവിയ സിത്റുൻ ലി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ മുമ്പിൽ സഹാബത്തിനെല്ലാം സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കർട്ടനാണ് ആര്, മുആവിയ റളിയല്ലാഹു അൻഹു. ഫഇദാ കശഫ الرجل الستر اجترى على ما وراءه. ആ ഒരു കർട്ടൻ നീക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരിലേക്കും എന്ത് ചെയ്യും, ഒരാളത് നീക്കിയാൽ ബാക്കിയുള്ളതിലേക്കും കടക്കുമെന്നാണ്. സഹാബത്തിനെ അധിക്ഷേപിക്കുക എന്നുള്ള പ്രവണത എവിടുന്ന് തുടങ്ങുമ്പോൾ മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുക എന്നതിലാണ് തുടങ്ങുക. മുആവിയ റളിയല്ലാഹു ആക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യാൻ, മെല്ലെ മെല്ലെ ആക്ഷേപിക്കാൻ തുടങ്ങും അവരെ. കാരണം മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കാൻ ഒരുപാട് പഴുതുകൾ അവർക്ക് കിട്ടും, കള്ള ചരിത്രങ്ങളും ഒക്കെ കിട്ടും. ആ അബൂ തൗബ അൽ ഹലബി റഹ്മത്തുള്ളാഹി ഇമാം അഹ്മദിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, യാ ഹാദാ ഇന്ന അഅ്യുന الناس മംദൂദ ഇലൈക فإن كنت تعلم أنك تقوم المقام الذي فيه استنقاذك واستنقاذ الخلق فيما بينه وبين الله وإلا فاجعل الذي في رجلك في رجلي وقم فاخرج. ഇതും വഴിമധ്യേ ഇമാം അഹ്മദിനെ വന്ന് കണ്ടുമുട്ടുന്നതാണ്. ഫിത്നയുടെ ആരംഭത്തിലാണ്. ഇദ്ദേഹം പ്രായം ചെന്ന വ്യക്തിയായിരുന്നു, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇമാം അഹ്മദിനോട് വന്ന് പറയുന്നത്, ഇമാം അഹ്മദേ, ജനങ്ങളെല്ലാം താങ്കളിലേക്കാണ് കണ്ണുയർത്തി നോക്കുന്നത്. ഫഇൻ കുൻത തഅലം അന്നക തഖൂമു ഹാദൽ മഖാം, താങ്കൾ ഈ ഒരു സ്ഥാനത്ത് ഈ ഹക്കിന്റെ മേൽ അടിയുറച്ച് നിൽക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് താങ്കൾക്ക് ഉള്ള മോചനമാണ് അതിൽ. അതുപോലെ തന്നെ ജനങ്ങളെയും താങ്കൾ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ താങ്കൾ അടിയുറച്ച് നിൽക്കുക.
ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ താങ്കളുടെ കാലിലുള്ള ആ ബന്ധനങ്ങൾ എൻ്റെ കാലിലേക്ക് ഇട്ടോളൂ, ഞാൻ അതിനു വേണ്ടി നിന്നോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. വഖും ഫഖ്റുജ്, താങ്കൾ ഇതിന് ഒരുക്കമില്ലെങ്കിൽ, ക്ഷമിക്കാൻ തയ്യാറില്ലെങ്കിൽ ഈ ബന്ധനങ്ങളൊക്കെ എൻ്റെ കാലിലേക്ക് ഇട്ടോളൂ, എന്നിട്ട് താങ്കൾ പോയിക്കോളൂ എന്നാണ് ഇമാം അഹ്മദിനോട് പറയുന്നത്. ഈ ഒരു വാചകവും ഇമാം അഹ്മദിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാധീനിച്ച ഉപദേശമാണ്. അതുപോലെ തന്നെ ആദം ഇബ്നു അബി ഇയാസ് വലിയ പണ്ഡിതനാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് അസ്കലാൻകാരനായിട്ടുള്ള ഇമാം ആദം ഇബ്നു അബി ഇയാസ്, ഫലസ്തീനിയാണ്. അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഷെയ്ഖാണ്, അറിയപ്പെട്ട ഷെയ്ഖാണ്. ഒരുപാട് ഹദീസുകൾ ആദം ഇബ്നു അബി ഇയാസിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല സുന്നത്തിന്റെ വിഷയത്തിൽ, അടിയുറച്ച് നിൽക്കുന്ന വിഷയത്തിൽ ഏറ്റവും അറിയപ്പെട്ട വ്യക്തിയാണ്. പ്രായം ചെന്നിട്ടുള്ള ഇമാമുമാണ്. അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇമാം അഹ്മദ് ഇദ്ദേഹത്തോട് ആദം ഇബ്നു അബി ഇയാസ് റഹിമഹുള്ളയോട് പറയപ്പെടാൻ ഒരുപാട് പണ്ഡിതന്മാർ ഇതിന് ഉത്തരം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തോട് സലാം എന്ത് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ആര്? ആദം ഇബ്നു അബി ഇയാസിനോട്. അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം തിരിച്ച് സലാം അടക്കൂല. കാരണം എന്താണ്, ഇത് കുഫറിന് പിന്നെ എന്ത് ചെയ്യാണ്, കുഫർ പറയുന്നിടത്തേക്കാണ് ഇത് ഉണ്ടായിട്ടുള്ള. അതിന് എന്താണ്, അതിനോടുള്ള ബറാഅത്തായിട്ട്, അതിന് അവരോടുള്ള ഹജർ ആയിക്കൊണ്ട് അതിന് എന്ത് ചെയ്യാണ്, സലാം അടക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ആളെ അയക്കാണ്. ആരിലേക്ക്? ഇമാം അഹ്മദിന്റെ അടുത്തേക്ക്. ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് പോകണം, എന്നിട്ട് പറയണം, താങ്കൾ ഉള്ള ഈ ഒരു പരീക്ഷണം, ആ പരീക്ഷണത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉള്ള സമീപം താങ്കൾ തേടുക. താങ്കളെ ഈ ദീനിൽ നിന്ന് ഒരു കാര്യം ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, ദീനിൽ നിന്ന് ഇളക്കാൻ ആർക്കും സാധിക്കരുത്. ഫഇന്നക ഇൻഷാ അല്ലാഹ് മുശ്രിഫുൻ അലൽ ജന്ന, താങ്കൾ സ്വർഗത്തിലേക്ക് എത്തി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നും ഭയപ്പെടേണ്ടതില്ല. വഖുൽ, എന്നിട്ട് ഇദ്ദേഹം ഒരു ഹദീസ്, അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ഒരു ഹദീസ് ഇദ്ദേഹത്തിന്റെ സനദോട് കൂടിയിട്ട് ഈ എന്താണ് ദൂതന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇമാം അഹ്മദിനോട് പറയണം, ഹദ്ദസന ലൈസ് ഇബ്നു സഅദ് അൻ ഇബ്നു അജ്ലാൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم من أرادكم على معصية فلا تطيعوه. ഒരു ഭരണാധികാരി മാസിയത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ്, നിങ്ങൾ അനുസരിക്കരുത് എന്നുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൂതന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇമാം അഹ്മദിനോട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇമാം അഹ്മദിന്റെ അടുത്ത് ആ ദൂതൻ വന്നിട്ട് ഈ ഉപദേശം പറയുന്നുണ്ട്. അങ്ങനെ ഇമാം അഹ്മദ് കുറച്ചു നേരം തല താഴ്ത്തി ഇരുന്നു. എന്നിട്ട് ഇമാം അഹ്മദ് പറയാണ്, റഹിമഹുല്ലാഹു ഹയ്യൻ വ മയ്യിതൻ. ആദം ഇബ്നു അബി ഇയാസ് റഹിമഹുല്ലാഹ്, ഇമാം ആദം ഇബ്നു അബി ഇയാസ് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചിരിക്കുകയാണെങ്കിലും അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. ഫലഖദ് അഹ്സന നസീഹ, ഏറ്റവും നല്ല ഉപദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ഇമാം അഹ്മദിനെ ഏറ്റവും സ്വാധീനിച്ച മറ്റൊരു ഉപദേശമാണ് അബുൽ ഹൈസം ഖാലിദ് ഇബ്നു അൽ ഹദ്ദാദ്. ഇയാൾ ആരാണ്? പണ്ഡിതനല്ല, അതുപോലെ തന്നെ അറിവ് കുറഞ്ഞൊരു വിദ്യാർത്ഥിയല്ല, അതല്ലെങ്കിൽ സാലിഹായ മനുഷ്യന് പോലും അല്ല, കള്ളനാണ്. അല്ലുസ്തറാർ, കൊടും കള്ളൻ ആണ് ഈ ഒരു വ്യക്തി. മാത്രമല്ല മക്തൂബുൻ ഫി ദീവാനി അമീറുൽ മുഅ്മിനീൻ അന്നി ദുരിബ്തു 18 സൗത്ത് ബിത്തഫാരീഖ്. 18,000 ചാട്ടടിക്ക് വിധേയനാക്കപ്പെട്ടിട്ടുണ്ട്. 18,000 നോക്കണം. ഒരാൾ ഇപ്പോൾ ഇസ്ലാമിലുള്ള ഹദ്ദൊക്കെ എത്ര ഉള്ളത്? 80, 100 അടിയൊക്കെ ഉള്ളത്. 18,000 എങ്ങനെ കിട്ടിയത്? പല തവണകളിലായിട്ട് കിട്ടിയതാണ്. ഒരുപാട് കാലയളവിൽ പല തവണ ആയിട്ട് കിട്ടിയതാണ് 18,000 അടി. ആ വ്യക്തിയാണ് അബുൽ ഹൈസം. ഇത് മോഷണം ഒരു തൊഴിലായി സ്വീകരിച്ച വ്യക്തിയാണ്. ഇമാം അഹ്മദ് ജയിലിരിക്കെ ഇദ്ദേഹം എന്തുണ്ട്? ജയിലുണ്ട്. അങ്ങനെ ഇമാം അഹ്മദ് പിന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ത്? റഹിമല്ലാഹു അബുൽ ഹൈസം, അള്ളാഹു അബുൽ ഹൈസമിന് റഹ്മത്ത് ചെയ്യട്ടെ, ഗഫറല്ലാഹു ലി അബുൽ ഹൈസം, അബുൽ ഹൈസമിന് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് എപ്പോഴും ഇമാം അഹ്മദ് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. ഇത് മക്കൾ കേൾക്കാറുണ്ടായിരുന്നു.
അപ്പോ ഇമാം അഹമ്മദിന്റെ മകനായിട്ടുള്ള അബ്ദുള്ള ഇബ്നു ഇമാം അഹമ്മദ് ചോദിക്കുന്നുണ്ട്, പിതാവിനോട് ചോദിക്കുന്നുണ്ട്, യാ അബതി മൻ അബുൽ ഹൈസം, ആരാണ് ഈ അബുൽ ഹൈസം എന്ന് ചോദിക്കുന്നു. അപ്പോ തിരിച്ച് ഇമാം അഹമ്മദ് പറയണ, അലാ തഅരിഫുഹു, അയാളെ നിനക്കറിയില്ലേ? ഖുൽതു ലാ, അപ്പോ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇമാം അഹമ്മദ് പറഞ്ഞു കൊടുക്കാണ്, അബുൽ ഹൈസം അൽ ഹദ്ദാദ് اليوم الذي خرجت فيه للصياد ومدة يداي للعقابين. അങ്ങനെ എന്നെ ചാട്ടവാറ അടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരപ്പെട്ട ആ ദിവസം ഒരാള് എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ وإذا إنسان يجذب ثوبي من ورائي ويقول تعرفني, ഒരാള് ബാക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, സോപ്പ് പിടിച്ചിങ്ങനെ വലിക്കുന്നുണ്ട്. ആരാണത്? ഇത് ഈ അബുൽ ഹൈസമാണ്. അബുൽ ഹൈസം വന്നിട്ട് ഇമാം അഹമ്മദിനോട് ചോദിക്കാണ്, എന്നെ അറിയോ എന്ന് ചോദിക്കാണ്. അപ്പോൾ ഇമാം അഹമ്മദ് പറയുന്നു, ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, അന അബുൽ ഹൈസം അൽ അയ്യാർ, ഞാൻ അബുൽ ഹൈസം അൽ അയ്യാറാണ്. അല്ലസ് തറാർ, ഞാൻ കൊടും മോഷണക്കാരനാണ്, കള്ളനാണ്. മക്തൂബുൻ ഫി ദീവാനി അമീറിൽ മുഅ്മിനീൻ അന്നി ദുരിബ്തു 18,000 സൗത്ത് ബിത്തഫാരിഖ്, 18,000 ചാട്ടവാറ അടി എനിക്ക് പല തവണകളായിട്ട് വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് രേഖകളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. വസബർതു ഫീ ദാലിക അലാ ത്വാഅത്തി ശൈത്താൻ ലിഅജ്ലി ദുനിയ, ശൈത്താന് ശൈത്താനുള്ള താഅത്തിന് വേണ്ടിയിട്ട്, ദുനിയാവിന് വേണ്ടിയാണ് ഞാൻ ഈ അടിയൊക്കെ കൊണ്ടുവരുന്നത്. 18,000 അടി ഞാൻ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവിന് വേണ്ടിയിട്ട്, ശൈത്താനെ അനുസരിക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടിട്ടുള്ളത്. ഫസ്ബിർ അൻത ഫി ത്വാഅത്തി റഹ്മാൻ ലിഅജ്ലി ദീൻ, അതുകൊണ്ട് താങ്കൾ അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനുള്ള അനുസരണയായിട്ട് താങ്കൾ എന്ത് ചെയ്യുക, ഈ ചാട്ടവാറ അടിക്ക് താങ്കൾ എന്ത് ചെയ്യുക, തയ്യാറായിക്കൊള്ളൂ, ക്ഷമിച്ചു നിൽക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു വാചകം എന്ന് പറയുന്നത് ഒരു കള്ളനായൊരു വ്യക്തിയാണെങ്കിലും അതിന്റെ സ്വാധീനം മറ്റു എല്ലാ ഉപദേശങ്ങളെക്കാളും സ്വാധീനമുണ്ട്. കാരണം ഇദ്ദേഹത്തിന് എത്ര അടി കിട്ടിയിട്ടുണ്ട്? 18,000 അടി കിട്ടിയിട്ടുണ്ട്. അതും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്? ശൈത്താന് വേണ്ടിയിട്ടാണ് കിട്ടിയത്, ദുനിയാവിന് വേണ്ടിയാണ് കിട്ടിയത്. താങ്കൾ അള്ളാഹ്ക്ക് വേണ്ടി ഇത് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇമാം അഹമ്മദ് അദ്ദേഹത്തിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഹക്കിന് വേണ്ടി നിൽക്കുക എന്നുള്ളത്, ഹക്കിനെ സഹായിക്കുക, അതിൻ്റെ അഹലുകാരെ സഹായിക്കുക എന്ന് പറയുന്നത്, നമ്മൾ എത്ര തിന്മയുള്ള ആളാണെങ്കിലും, കൊടും തിന്മയുള്ള ആളാണെങ്കിലും അത് വേണ്ടതാണ്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ത്, ഫുസ്സാഖു അഹ്ലുസുന്നത്തി ഔലിയാഉല്ലാഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട തെമ്മാടികളായ ആളുകൾ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് പറഞ്ഞു. വ ഉബ്ബാദു അഹ്ലിൽ ബിദ്അ ഔലിയാഉ ശൈത്താൻ, എന്നാൽ ബിദ്അത്തുകാരായിട്ടുള്ള ഉബ്ബാദുകൾ, ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ശൈത്താന്റെ ഔലിയാക്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എത്ര തിന്മയുള്ള ആളാണെങ്കിലും സത്യത്തിന്റെ മേൽ അടിയുറച്ച് നിൽക്കുക, ഇസ്ലാമിലും അതുപോലെ തന്നെ സുന്നത്തിലും അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമാം അഹമ്മദിനെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഹദീസ് വിദ്യാർത്ഥികൾ, മറ്റ് ഇൽമ് പഠിക്കുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യാണ്, ഇമാം അഹമ്മദ് എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി, ഉത്തരം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമാം അഹമ്മദിനെ വളരെയധികം സ്വാധീനിച്ച വ്യക്തിയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അബൂബക്കർ അൽ മർവസി റഹ്മഹുല്ലാ ഇമാം അഹമ്മദിനോട് വലാ തഖ്തുലു അൻഫുസക്കും എന്നുള്ള ആയത്ത് ഓതിയിട്ട്, താങ്കൾ മരണം താങ്കൾ കാത്തിരിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ വാക്കാൽ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹമ്മദ് അബൂബക്കർ അൽ മർവസിയോട് പറയുന്നുണ്ട്, ഉഖ്റുജു ഉൻദുർ അയ്യ ശൈഇൻ തറ, പുറത്തു പോയി നോക്കൂ, താങ്കൾ എന്താ കാണുന്നത് നോക്കൂ, എന്നിട്ട് വരൂ എന്ന് പറയാണ്. അങ്ങനെ ഇമാം അഹമ്മദിന്റെ ഏറ്റവും ഒന്നാമത്തെ ശിഷ്യനാണ് ഈ അബൂബക്കർ അൽ മർവസി. അദ്ദേഹം പുറത്തു പോയി നോക്കുന്ന സമയത്ത് റഅയ്തു ഖൽഖൻ മിനന്നാസ് ലാ യുഹ്സി അദദഹും ഇല്ലല്ലാഹ്, പുറത്തു നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടം, അവരെത്ര എണ്ണുണ്ട് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയധികം വലിയ ജനം കാത്തു നിൽക്കുന്നത്. വസ്സുഹുഫു ഫി ഐദീഹിം, അവരുടെ എല്ലാം കൈകളിൽ എന്തുണ്ട്? പേനയും പേപ്പറുമുണ്ട്. വൽ അഖ്ലാം വൽ മഹാബീർ ഫി അദ്റഅതിഹിം, പേനയും അതുപോലെ തന്നെ മഷിയും അവരുടെ കൈകളിലുണ്ട്. ഫഖുൽതു ലഹും അയ്യ ശൈഇൻ തഅമലൂൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ എന്ന് അവരോട് ചോദിക്കാണ് അബൂബക്കർ അൽ മർവസി.
അപ്പോൾ അവരെല്ലാം പറയുന്നത് എന്താണ്? നംതദിർ മാ യഖൂലു അഹ്മദ് ഫനക്തുബഹു. എന്താണ് ഇമാം അഹ്മദ് പറയുന്നത് എന്നാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഈ ഒരു ഫിത്ന എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഒരു ചരിത്രം പറയുമ്പോൾ അത് ചുരുക്കി പറയാം. പക്ഷെ അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ആശയക്കുഴപ്പങ്ങളുടെയൊക്കെ അതിപ്രസരം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറമാണ്. അത്രയധികം ആശയക്കുഴപ്പങ്ങളും ശുബ്ഹാത്തുകളും തുല്ലാബുകൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഒക്കെ പ്രചരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനി ഇമാം അഹ്മദ് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഇദാ അഖ്ബലത്തിൽ ഫിത്നതു അറഫഹ അൽ ആലിം. ഫിത്ന മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കേ മനസ്സിലാവുള്ളൂ. ആർക്ക്? ഉലമാക്കൾക്ക് മാത്രമാണ് ഇത് ഫിത്ന മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരൊക്കെ ആശയക്കുഴപ്പത്തിലായിരിക്കും ഉണ്ടാവുക. സാധാരണക്കാരും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഉണ്ടാവുക. ഉലമാക്കൾ വരെ, അവർക്ക് വരെ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഹസൻ ബസ്രി പറഞ്ഞിട്ടുള്ളത്, ഫിത്ന മുന്നിട്ട് വരുമ്പോൾ ആലിമുകൾക്ക്, യഥാർത്ഥ ഉലമാക്കൾക്കാണ് അത് ഫിത്ന എന്ന് മനസ്സിലാക്കുക. അത് ഫിത്ന തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഫിത്ന അതിന്റെ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ ജാഹിലിങ്ങൾക്കും മനസ്സിലാകും അത് ഫിത്നയായിരുന്നു കഴിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ എന്തുണ്ടാകും? എല്ലാവരും അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരുപാട് ആളുകൾ അതിൽ എന്ത് ചെയ്യുന്നു? വീണുപോയിട്ടുണ്ടാകും. പലരും അതിലെന്ത് ചെയ്തിട്ടുണ്ടാകും? കുറച്ചു കാലം അതിൽ കുടുങ്ങി പിന്നെ രക്ഷപ്പെട്ട് വന്നവരുണ്ടാകും. ഇങ്ങനെ പല തരത്തിലും ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാം കാത്തിരിക്കുന്നത് ആരെയാണ്? ഇമാം അഹ്മദും കൂടി എന്താ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അബൂബക്കർ മർവസി റഹ്മഹുല്ലാ അവരോട് പറയുന്ന, ആ സഞ്ജയത്തോട് പറയുകയാണ്, മഖാനക്കും, നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നോളൂ. ഫദഖല, എന്നിട്ട് ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ലഖദ് റഅയ്തു ഖൗമൻ ബിഐദീഹിം അസ്സുഹ് വൽ അഖ്ലാം യൻതദിറൂന മാ തഖൂൽ ഫയക്തുബൂനഹു. ഞാനൊരു വലിയ ജനസഞ്ചയത്തെ കണ്ടിട്ടുണ്ട്. അവരുടെ കൈകളിൽ പേനയും പേപ്പറും മഷിയൊക്കെ ഉണ്ട്. താങ്കൾ എന്താണ് പറയുന്നതെന്ന് കാത്തിരിക്കുകയാണ് അവര്. അപ്പോൾ ഇമാം അഹ്മദ് അബൂബക്കർ മർവസിയോട് പറയാണ്, ഉദില്ലു ഹഉലൈ കുല്ലഹും, ആ ജനങ്ങളെ മുഴുവൻ, ഈ സമുദായത്തെ മുഴുവൻ ഞാൻ പിഴപ്പിക്കുകയോ, അഖ്തുലു നഫ്സി വലാ ഉദില്ലു ഹഉലാ, എൻ്റെ ശരീരത്തെ ഞാൻ കൊല്ലാൻ തയ്യാറാണ്, മരണത്തിന് ഞാൻ ഒരുക്കമാണ്, പക്ഷെ ഞാൻ അവരെ പിഴപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവമാണ് ഇമാം ആസിം ഇബ്നു അലി അൽ വാസിതി റഹ്മത്തുള്ളാഹി. അദ്ദേഹം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഈ തരത്തിലുള്ള പരീക്ഷണങ്ങളിലാണ് എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, എന്ത്? അബൂബക്കർ ആസിം ഇബ്നു അലി അൽ വാസിതി പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, അലാ യഖൂമു റജുലുൻ മഅി ഫനഅതി ഹാദ റജുൽ ഫനുകല്ലിമഹു, ആരെങ്കിലും എൻ്റെ കൂടെ വരൂ, എനിക്ക് അഹ്മദിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കണം എന്ന് ആസിം ഇബ്നു അലി അൽ വാസിതി പറയാണ്. അങ്ങനെ ആരും ഒരുക്കല്ല, ആരും തയ്യാറാകുന്നില്ല. ഫഖാമ ഇബ്രാഹിം ഇബ്നു അബിൽ ലൈസ്, ഒരാൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതാണ് ഇബ്രാഹിം ഇബ്നു അബിൽ ലൈസ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആന അഖൂമു മഅക മഖാമൽ ലിയദ്ഹബ ലിൽമഅമൂനി ലിമുനാസഹതിഹി. ഇത് ഫിത്നയുടെ തുടക്ക കാലയളവിലാണ്. എന്നിട്ട് രണ്ടുപേരും പോകാൻ ഒരുങ്ങാണ്. ആരെ കാണാൻ വേണ്ടിയിട്ട്? ഇമാം അഹ്മദിനെ കാണാൻ. അതുപോലെ തന്നെ മഅമൂനിനെ കണ്ടുകൊണ്ട് മഅമൂനോട് നസീഹത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ പോകാൻ ഒരുക്കമായി നിൽക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ആസിം ഇബ്നു അലി അൽ വാസിതി റഹ്മത്തുള്ളാഹിയുടെ രണ്ട് പെൺമക്കൾ കേൾക്കാണ്. അപ്പോ അവര് ഒരു കിതാബ്, ഒരു കത്ത് അവരുടെ കൂടെ കൊടുത്തയക്കാണ് ചെയ്യുന്നത്. ആ കത്തിൽ എന്താണുള്ളത്? യാ അബാന, ഞങ്ങളെ വാപ്പ, ഇന്നഹു ബലഗന അൻ ഹാദ റജുൽ അഖദ അഹ്മദ് ഇബ്നു ഹംബൽ ഫദറബഹു ബിസ്സൗത്ത്. ഈ മഅമൂൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇമാം അഹ്മദിനെ പിടിച്ച് ചാട്ടവാറ അടിക്കുന്നതിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങളും കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഖുർആൻ മഖ്ലൂഖാണെന്നുള്ള വാദം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഫത്തഖില്ലാഹ വലാ തുജിബ്ഹു ഇൻ സഅലക്, താങ്കൾ മഅമൂനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്, കൊട്ടാരത്തിലേക്കാണ്. അവിടെ വാളുകൊണ്ട് താങ്കളെയും പരീക്ഷിക്കപ്പെടുന്ന ഘട്ടം വരും. അതുകൊണ്ട് താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളെ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളും അതിന് ഉത്തരം ചെയ്യരുത്. ഫവല്ലാഹി ലഅൻ യഅതീന നഅയുക അഹബ്ബു ഇലൈന മിൻ അൻ യഅതീന അന്നക ഖദ് ഖുൽത വാജബ്ത, താങ്കളുടെ മരണവാർത്ത ഞങ്ങൾക്ക് വരുന്നതാണ് സന്തോഷം. താങ്കൾ ഇതിന് ഉത്തരം ചെയ്തിരുന്ന വാർത്ത വരുന്നതിനേക്കാളും സ്വന്തം വാപ്പാനോട്
ആര് പെൺമക്കൾ ഉപദേശിക്കുന്ന ഉപദേശമാണത്. അടിയുറച്ച് നിൽക്കുക. താങ്കളുടെ മരണ വാർത്ത വന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, എന്ത് താങ്കൾ ഉത്തരം ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങളുടെ ചെവിയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അന്നത്തെ ഒരു സ്ത്രീകളുടെ ഒരു ഈമാൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും. ഇമാം അഹമ്മദിന്റെ ഒരു കാലയളവിൽ ഇമാം അഹമ്മദ് തന്നെ പറയുന്ന സംഭവങ്ങളുണ്ട്. പല സ്ത്രീകളും ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് അവരുടെ ജോലിക്കായിട്ട് എന്താണ് പുറത്തു പോകുന്ന സമയത്ത് ഭർത്താക്കന്മാരോട് പറയുന്നത് എന്താണ്? യാഹാദ, നോക്കൂ നിങ്ങൾ, പിന്നെ വിശപ്പ് ഞങ്ങൾ സഹിക്കും, പക്ഷെ എന്താണ് നരകം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹലാലല്ലാതെ ഒന്നും ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ഉപദേശം കൊടുക്കുന്നതാണ് അവർ ജോലിക്ക് വേണ്ടി റിസ്ക് തേടി പോകുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ആളായാൽ പോലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്? ആണായാലും പെണ്ണായാലും നമ്മൾ അറിവിൻ്റെ നിലവാരം എത്രയായാലും എങ്ങനെ ആയാലും ഹക്കിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അദ്ദേഹം അടിയുറച്ച് നിന്ന് പിന്നെ ആ ഒരു കാലയളവ് അദ്ദേഹം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അല്ലേ. ഉത്തരം ചെയ്യാതെ അദ്ദേഹത്തെയാണ് എന്ത് ചെയ്തത്, ജനസഞ്ചയം എന്ത് ചെയ്തിട്ടുള്ളത്, പിൻപറ്റിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ. അങ്ങനെ പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, വേറെ ചില വാദങ്ങൾ രംഗത്ത് വരുന്നത്. പല വാദങ്ങൾ വന്നു. പിന്നെ മുഅ്തസിലത്തിന്റെ വാദത്തിന് വലിയ എന്തില്ല, മാർക്കറ്റില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി. പിന്നെ ബിദഅത്തുകാർ പുതിയ ബിദഅത്തുമായിട്ട് വന്നു. എന്ത് അതാണ് പിന്നെ കുല്ലാബിയ എന്ന് പറയുന്ന വിഭാഗം. മുഹമ്മദ് ഇബ്നു കുല്ലാബ് അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു കുല്ലാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ആശയമായി വരുന്നത്. അതെന്താണ്, കുറച്ചുകൂടെ മേക്കപ്പ് ഇട്ടിട്ടുള്ള ആശയമാണ് അത്. സിഫാത്തുകളെല്ലാം നിഷേധിക്കില്ല, കുറച്ച് സിഫാത്തുകൾ മാത്രം പിന്നെ അംഗീകരിച്ച് ബാക്കി സിഫാത്തുകളും ഒക്കെ നിരാകരിക്കുക എന്നുള്ള ആശയമാണ്. അതുപോലെ തന്നെ ഖുർആൻ മഖ്ലൂഖാണെന്നുള്ള പച്ചക്ക് പറയുന്ന വാദമില്ല. അത് എന്താണ്, കുറച്ചുകൂടെ മേക്കപ്പെട്ട ഒരു ആശയമാണത്. ആ ഒരു ആശയമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ ആശയത്തെയും ഇമാം അഹ്മദ് നേരിടുന്നുണ്ട്. അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പലരെയും തബ്ദീഉം തക്ഫീറും ഇമാം അഹ്മദ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ആശയമാണ് അബുൽ ഹസൻ അശ്അരി എന്ന പേരുള്ള വ്യക്തി ഈ ആശയമാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം ഈ ആശയം സ്വീകരിച്ചു, അത് ഗ്രന്ഥരൂപത്തിൽ ഒരു രചിച്ചു. അത് പിന്നെ അദ്ദേഹം വലിയ ആദ്യ കാലഘട്ടത്തിൽ അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന വ്യക്തി ആരാണ്, മുഅ്തസിലിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ കുടുംബക്കാരനായിരുന്നു അബു അലി അൽ ജുബ്ബായി എന്ന് പറയുന്ന വ്യക്തി. അയാളുടെ കീഴിൽ 40ഓളം വർഷം മുഅ്തസിലിയായി നിലക്കൊണ്ടിട്ട് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആശയത്തിലേക്ക് വരുന്നത് അബുൽ ഹസൻ അശ്അരി. അങ്ങനെ പിന്നീട് അബുൽ ഹസൻ അശ്അരി ഇമാം അഹ്മദിന്റെ തന്നെ ആശയത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എന്ത് എഴുതിയിട്ട്, അൽ ഇബാന എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ട്. പക്ഷെ പല ഉലമാക്കളും പറയുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് ആരും മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അബുൽ ഹസൻ അശ്അരി മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. മടങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ആശയമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പ്രചരിക്കുന്നത്. പല ആളുകളും പിന്നീട് ഇമാം അഹ്മദിന്റെ കാലയളവിന് ശേഷമാണ് ഇത് പ്രചരിക്കപ്പെടുന്നത്. അന്നത്തെ ഉലമാക്കളൊന്നും ഈ തരത്തിൽ ഇമാം അഹ്മദ് നേരിട്ടതുപോലെ പലർക്കും നേരിടാൻ സാധിച്ചിട്ടില്ല ഈ ബിദഅത്തുകളുടെ മുമ്പിൽ. പിന്നീട് ഇത് പരിണാമമുണ്ടായി ഈ ഒരു ബിദഅത്തിന്. പിന്നീടാണ് അബൂബക്കർ അൽ ബാഖല്ലാനി എന്ന് പറയുന്ന പണ്ഡിതന് വരുന്നത്. അയാൾ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഫൽസഫയുടെ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആരാണ്, കുറച്ച് കാലയളവ് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ ആര്, പിന്നെ ഗസാലി എന്ന് പറയുന്ന വ്യക്തി അല്ലേ, അബു ഹാമിദ് അൽ ഗസാലി. അയാള് ഈ ഫൽസഫയുടെ ഗ്രന്ഥങ്ങളൊക്കെ കലക്കി കുടിച്ച ആളാണ്. അതുപോലെ ബാത്തിനിയ വിശ്വാസങ്ങൾ കലക്കി കുടിച്ച വ്യക്തിയാണ്. ഇതൊക്കെ അതുപോലെ സൂഫിസം എന്ന് പറയുന്നതും സ്വീകരിച്ചുള്ള വ്യക്തിയാണ്. സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ സൂഫിസവും വന്നിട്ടുള്ളത് ഈ ഫൽസഫയുടെ ഈ പിന്നെ എന്താ ട്രാൻസ്ലേഷനിലൂടെ വന്നിട്ടുള്ളതാണ് സൂഫിസവും. അത് എന്താണ്, ഗ്രീക്ക് ഫിലോസഫിയുടെ തന്നെ ഭാഗമാണ് സൂഫിസവും എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് പരിപൂർണമായിട്ട് മുഅ്തസിലി ആശയത്തിലേക്ക് പോകുന്ന ആര്, ഈ പറയുന്ന പിന്നെ അബു ഹാമിദ് അൽ ഗസാലി വീണ്ടും മുഅ്തസിലി ആശയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മറ്റൊരു കാളകൂട വിഷയമായിട്ടുള്ള സൂഫിസത്തിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാത്തിനീയത്തിലേക്കും പോവുകയാണ്. ബാത്തിനീയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രത്യക്ഷാർത്ഥം ഒന്നും ദീനല്ല എന്നുള്ളത്. പ്രത്യക്ഷാർത്ഥം കുഫ്റാണെന്ന് വരെ അവർ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഒരാൾ പ്രത്യക്ഷാർത്ഥം സ്വീകരിച്ചാൽ അത് കുഫ്റാണെന്നുള്ളത്. പിന്നീടാണ് റാസി വന്നു, ഫഖ്റുദ്ദീൻ റാസി എന്ന പേരുള്ള വ്യക്തി.
അയാള് പരിപൂർണമായിട്ട് ഈ ഒരു ആശയത്തെ, അബുൽ ഹസൻ അശ്അരിയുടെ ആശയത്തെ മുഅ്തസിലത്തിലേക്കും അതിൽ നിന്ന് അപ്പുറത്തേക്ക് പരിപൂർണമായും ഗ്രീക്ക് ഫിലോസഫിയിലേക്ക് അങ്ങ് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇയാളുടെ ഗ്രന്ഥങ്ങളിൽ എന്താ പറയുന്നത്? നമ്മളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്താ പറയുക? ഇമാം അഹ്മദ്, ഇബ്നു തൈമിയ, ഇങ്ങനത്തെ കുറെ അയിമത്തുകൾ ഉണ്ടാവില്ലേ? ഇയാളുടെ ഗ്രന്ഥങ്ങളൊക്കെ എന്താ ഉള്ളത്? ഖാല ഇമാമുന അരിസ്റ്റോ, നമ്മളെ ഇമാമായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ ഉണ്ടാവുക. അല്ലെങ്കിൽ ഖാല ഇമാമുന അഫ്ലാത്തൂൻ, നമ്മളുടെ ഇമാമായിട്ടുള്ള ഈ പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുക. ഇവർ ഈ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്കാണ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ത്? അൽ ഖുലാസ ഫിൽ ഫൽസഫ എന്ന് പറയുന്ന ഫൽസഫ പള്ളി ദർസുകളൊക്കെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫൽസഫ അതിൻ്റെ തന്നെ മറ്റു ഭാഗമായിട്ടുള്ള ഇൽമുൽ കലാം പഠിപ്പിക്കുന്നു, മന്തിഖ് പഠിപ്പിക്കുന്നതൊക്കെ അവിടുന്ന് വന്നതാണ്. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് സൂഫിസം എന്ന് പറയുന്നത് അഫ്ലാത്തോൻ, പ്ലാറ്റോയുടെ എന്താണ് ഫിലോസഫിയാണ്. പ്ലാറ്റോയുടെ ഫിലോസഫിയാണെന്ത് സൂഫിസം എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ഇന്നത്തെ നമ്മൾ കാണുന്ന ഈ അശ്അരിയത്ത് എന്ന് പറയും, ഈ പരിണാമം സംഭവിച്ച ഈ അശ്അരിയത്ത് എന്ന് പറയുന്നത് ആരുടെ ആശയമാണ്? ഇൽമുൽ കലാം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലിന്റെ ആശയമാണെന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കൂടിച്ചേർന്നാണ് പിന്നെ ഈ ആശയമാണ് എവിടത്തേക്ക് പോയി ഷിയാക്കളിലേക്ക് പോയിട്ടുള്ളത്. ഒരു മുഅ്തസിലി ആശയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പരിപൂർണമായിട്ട് അവരുടെ വിശ്വാസമായി അവർ സ്വീകരിച്ച മുഅ്തസിലി ആശയമാണ്. അതുപോലെ തന്നെ ഇബാദുകളായാലും ഹദീസ് നിഷേധികളായാലും അഖ്ലാനികളൊക്കെ അതിലാണ്. ഇതൊക്കെ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തയിടത്തേക്കാണ് ഇത് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അയിമ്മത്തുകൾ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി പോലെയുള്ള അയിമ്മത്തുകൾ നിലക്കൊണ്ടതുകൊണ്ടാണ് ഈ ഹക്ക്, ഈ ഇസ്ലാം എന്തായിട്ടുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ്. ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ അടിയുറച്ച് നിൽക്കൂലേ. എന്നിട്ട് അതിലുള്ള ഈ മുജദ്ദിദുകളെ സംബന്ധിച്ചുള്ളത് എന്താണ്? യൻഫൂന അൻഹു തഹ്രീഫൽ ഗാലീൻ. അതിര് കവിഞ്ഞ ആളുകൾ ദീനിൽ മാറ്റത്തിരുത്തലുണ്ടാക്കിയതിനെ അവരെന്ത് നിരാകരിക്കും. വൻതിഹാലൽ മുബ്തിലീൻ, ദീനിലേക്ക് വെച്ച് കെട്ടിയതൊക്കെ അവരെന്ത് ചെയ്യും? തള്ളിക്കളയും. അങ്ങനെ ദീനിനെ സ്ഫുടം ചെയ്തെടുക്കും അവർ. അതാണ് ആര് ചെയ്തിട്ടുള്ളത്? ഇമാം അഹ്മദ് എന്ന് ചെയ്തിട്ടുള്ളത്, ശേഷം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെയുള്ള നമ്മുടെ കടപ്പാട് എന്ന് പറയുന്നത് എന്താണ്? അത് വലിയ കടപ്പാടാണ്. ഈ അയിമ്മത്തുകളോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ എന്താണ്? നമ്മുടെ മേലുള്ള ഹക്കാണ്. അതുപോലെ തന്നെ ഈ സത്യത്തെ എന്താണ്? അത് സ്വീകരിക്കുകയും അതിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇവിടെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയോട് ഒരു ചോദ്യം ചോദിച്ചത്, അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരാളൊരു ചോദ്യം ചോദിച്ചു. അത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഫവായിദിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. യാ അബ അബ്ദില്ലാ അയ്യുമാ അഫ്ദലു ലിർറജുലി അൻ യുമക്കന ഔ യുബ്തല. ഒരു വ്യക്തിക്ക് എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? അയാൾ പരീക്ഷിക്കപ്പെടുന്നതാണ്, അല്ലാതെ അയാൾക്ക് സുഖകരമായിട്ട് സ്ഥിരത ലഭിക്കപ്പെടുന്നതാണോ എന്ത് ഏറ്റവും അഫ്ദൽ എന്ന് ഇമാം ഷാഫിഈയോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്. ഇമാം ഷാഫിഈ പറഞ്ഞത് എന്താണ്? ലാ യുമക്കനു ഹത്താ യുബ്തല. ഒരാൾക്കും ദീനിന്റെ വിഷയത്തിൽ വിജയം വരിക്കാൻ സാധിക്കില്ല, എന്നിട്ട് സുഖകരമായിട്ട് മരിക്കാൻ സാധിക്കില്ല. എന്ത്? തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാതെ, അല്ലേ? അതാണ്. എന്നിട്ട് ഇമാം ഷാഫിഈ പറഞ്ഞു ഫഇന്നല്ലാഹ ഇബ്തലാ നൂഹൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമെ പരീക്ഷിച്ചിട്ടുണ്ട്, ഇബ്രാഹിമിനെ പരീക്ഷിച്ചിട്ടുണ്ട്, മൂസ വ ഈസ വ മുഹമ്മദൻ, അംബിയാക്കളെ ഉലുൽ അസ്മിൽപ്പെട്ട എല്ലാ മുർസലീങ്ങളെയും പരീക്ഷിച്ചു. അവർക്ക് ഉലുൽ അസ്മ് എന്ന പേര് തന്നെ വന്നത് അങ്ങനെയാണ്. അവരിൽ അതിൽ വിജയം വരിച്ചപ്പോഴാണെന്ത്? അവർക്ക് അള്ളാഹു ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വജഅൽനാ മിൻഹും അയിമ്മത്തൻ യഹ്ദൂന ലിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. അവരിൽ നിന്ന് നാം അയിമ്മത്തുകൾ ഉണ്ടാക്കിയെടുക്കും, സ്വീകരിക്കും. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ക്ഷമിച്ചാലാണ് അവർ അയിമ്മത്തുകളാക്കി തീർക്കുക. അതുപോലെ തന്നെ ആഴത്തിലുള്ള അറിവ്, ദൃഢമായ അറിവുള്ള ഈ രണ്ട് ക്വാളിറ്റിയാണ് ഇങ്ങനെയുള്ള അയിമ്മത്തുകൾക്ക് ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. ആ തരത്തിലാണ് ഇമാം അഹ്മദ് ഈ വലിയ ഇമാമത്തിലേക്ക് ഉയർന്നത്. ശേഷമുള്ള ഇമാം ഇബ്നു തൈമിയ ആണെങ്കിലും അതിനു മുമ്പുള്ള വലിയ അയിമ്മത്തുകളാണെങ്കിലൊക്കെ ഇമാം ഷാഫിഈ ഒക്കെ ആണെങ്കിൽ ഇമാം ഷാഫിഈ ശക്തമായിട്ട് ഇതിനെതിരെ നിലകൊണ്ടിട്ടുണ്ട്. ഈ പരീക്ഷണ കാലയളവിൻ്റെ മുമ്പ് അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാഹു യർഹമുഹു.
അങ്ങനെ ഇമാം അഹ്മദ് ഇത് പൂർത്തീകരിച്ചത് ഫറഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ واسكنه فسيح جناته وهذا والله اعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.